അപ്പൊ ഓക്കെ, നമുക്കിന്ന് നമ്മുടെ 3ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ബ്രേക്ക് ഉണ്ടോ? നെറ്റ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, ചെറിയൊരു ഹാങ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ദിവസം നമ്മള് എന്തിനാണ് ഈ ഒരു കോഴ്സിലേക്ക് വന്നു എന്നത് പറഞ്ഞു കഴിഞ്ഞു. 2ാമത്തെ ദിവസം നമ്മളിന് മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്ന മൈൻഡാണ്. മൈൻഡിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എത്രത്തോളം പവർ ഉണ്ട്. ഇനി ആ മൈൻഡുള്ള നമുക്ക് ഇനി എന്തൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും, എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇനി ഏതൊക്കെ തരത്തിലാണ് നമ്മൾ തന്നെ ചേഞ്ച് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇന്നിപ്പോ നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, ഈ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും, നമ്മുടെ ലൈഫിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റും എന്നതാണ് പറയാൻ പോകുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും പറമ്പ് എന്ന് പറയും. ഞങ്ങളുടെ നാട്ടില് പറമ്പ്, കണ്ടം എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പറമ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ മരങ്ങളുള്ള, കിളകളുള്ള ആ ഒരു രൂപത്തിലായിട്ട് നമ്മൾ നമ്മളെ മൈൻഡിനെ കണക്കാക്കുക, നമ്മളെ മനസ്സിനെ ഒരു പറമ്പായിട്ട് കണക്കാക്കുക. അതിലിപ്പോ പല സാഹചര്യങ്ങൾ കൊണ്ട്, പല അനുഭവങ്ങൾ കൊണ്ട് വലിയ വലിയ മരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, വെറുതെ അനാവശ്യമായിട്ട് വന്നു കൂടിയിട്ടുള്ള കിളകൾ ഉണ്ടായിരിക്കാം, ഇനിയിപ്പൊ നമ്മള് നട്ട് വളർത്തിയ ചെടികൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ മൈൻഡിൽ നിലകൊള്ളുന്നത്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് വേണ്ടത് എന്താ? നമ്മള് നനച്ച് വളർത്തിയിട്ടുള്ള ചെടികളെ മാത്രം നിലനിർത്തിയിട്ട് ആരോ കൊണ്ടിട്ടതും അതോടൊപ്പം വേണ്ടാതെ വളർന്നു വന്നിട്ടുള്ളതും നമുക്ക് ഒഴിവാക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ഫസ്റ്റ് ദിവസം പറഞ്ഞതുപോലെ എനിക്ക് എന്താണ് ഞാൻ ആവേണ്ടത്, ഞാൻ ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ എന്താവണം, എവിടെ എത്തിച്ചേരണം, എന്റെ ഡയമെൻഷൻ എന്താണ് എന്ന് മനസ്സിലാകുന്ന ഒരു സീഡ് ഉണ്ടാവുമല്ലോ. ആ സീഡ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഈ പറമ്പിൽ കൊണ്ടുപോയിട്ട് നടണം. ഈ പറമ്പിൽ കൊണ്ടുപോയി നടണമെങ്കിൽ എന്ത് വേണം? ഓൾറെഡി നമ്മളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആ ഒരു പറമ്പ് നമുക്കൊന്ന് വൃത്തിയാക്കണം. കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നല്ല വിത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ നടാന്. നല്ല വിത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ? നല്ല ചെടികൾ വളരുള്ളൂ. ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാണ്, എങ്ങനെയാണ് ഈ പറമ്പിനെ വൃത്തിയാക്കുക, അതായത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യുക എന്നതിന് 10 വഴികളുണ്ട്. ആ വഴികൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു തരും. പക്ഷെ പറയുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ചുമ്മാ കേട്ടാൽ എന്ത് ചെയ്യൂല? പറമ്പ് ക്ലീൻ ആവൂല, അതായത് നമ്മുടെ മനസ്സ് ക്ലീൻ ആവൂല. പണിയെടുത്താലേ, അതായത് ഈ മരങ്ങളെ മുറിച്ചു മാറ്റാൻ നമ്മൾ വിയർത്ത് പണിയെടുത്താൽ മാത്രമേ എന്താവുള്ളൂ? ക്ലീൻ ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ കുഞ്ഞു കുഞ്ഞു വർക്ക് ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്ത് നിങ്ങൾ റെഡി. നമ്മൾ ഈ റൂട്ടിലേക്ക് കയറി വന്നാൽ മാത്രമേ ഇന്നിനിപ്പോ എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ റെഡിയാണോ? പണിയെടുക്കാൻ റെഡിയാണോ? റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം മെഡിറ്റേഷനിലേക്ക് പോകാം. മെഡിറ്റേഷനിലേക്ക് പോയതിന് ശേഷം ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ എന്നും പറയുന്നത് പോലെ ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെച്ച് തള്ളവിരൽ രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വളരെ കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റെഡി? കണ്ണുകള് പതിയെ അടച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. Take a deep breath. Hold on. Breathe down. Take a deep breath. Hold on.
Breathe out. ശരീരവും മനസ്സും നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിലൂടെ സഞ്ചരിക്കാൻ പാകത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. Take a deep breath. Breathe out. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗങ്ങള് ഓരോന്നായി മൈൻഡിലേക്ക് കൊണ്ടുവരാം. നിങ്ങളെ കാൽപാദങ്ങൾ, കാൽത്തണ്ട, തൈ, hip, stomach, chest, നിങ്ങളുടെ ഹെഡ്, ചീക്ക്, എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. എല്ലാ അവയവങ്ങളും വളരെ കാമായി ഇരിക്കുകയാണ്, വളരെ റിലാക്സ് ആയി ഇരിക്കുകയാണ്. ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാം. പല അനുഭവങ്ങളാൽ കറ പിടിച്ചിട്ടുള്ള, കറുത്ത കളറായി മാറിയിട്ടുള്ള നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് കാണാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയം പ്രപഞ്ചത്തിലുള്ള നമുക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് എടുക്കുകയും നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ ഒരു കറുത്ത കളറായി പുറത്തേക്ക് പുറം തള്ളുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. Take a deep breath. Hold on. Breathe out. പുറത്തുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ആഗിരണം ചെയ്യുകയാണ്. ഓരോ ശ്വാസം ഉള്ളോട്ട് വലിക്കുന്ന സമയത്തും പുറത്തുള്ള പ്രപഞ്ചത്തിലുള്ള പോസിറ്റീവ് എനർജിയെ ഉള്ളിലേക്ക് ആവാഹിക്കുകയും നിങ്ങൾക്കുള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, ഇമോഷൻസ്, അനുഭവങ്ങൾ എല്ലാം ഒരു കറുത്ത കളറായി പുറത്തേക്ക് പുറന്തള്ളാം. ഓരോ പുറന്തള്ളലുകളിലും കറുപ്പ് നിറം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജികൾ പുറത്തേക്ക് തള്ളി Take a deep breath. Hold on. Breathe out. ഈ ഒരു നിമിഷം നിങ്ങൾക്ക് നിങ്ങളോട് ഫോർഗിവ് ചോദിക്കാം. ഞാൻ ഇതുവരെ എന്നോട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ്.
പലരും എന്നെ കുറ്റപ്പെടുത്തുന്ന സമയത്തും എന്നെ താഴ്ത്തിക്കെട്ടുന്ന സമയത്തും അവരൊറ്റവട്ടം പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് സ്വയം വേദന ഉണ്ടാക്കിയതിന് ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനെ തന്നെ കാണാം. നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ സെൽഫിനോട് മാപ്പ് അപേക്ഷിക്കാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. I am sorry, please forgive me. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ ഇനി എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ എൻ്റെ ഒപ്പം ഇനിയെന്നും നിലനിൽക്കും. I am sorry, please forgive me. I thank you. I love you. I am with you. നിങ്ങളുടെ സെൽഫിനോട് തന്നെ മാപ്പ് അപേക്ഷിക്കുന്നു, ക്ഷമാപണം നടത്തുന്നു. ഇനി മുതൽ ആരൊക്കെ തള്ളിപ്പറഞ്ഞാലോ ഞാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഉറപ്പുള്ള വാക്ക് സെൽഫിന് കൊടുക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രീത്ത്. പുറത്തുള്ള പോസിറ്റീവ് എനർജിയെ മുഴുവനായിട്ട് ഉള്ളോട്ടേക്ക് എടുക്കാം. ഹോൾഡ് ഓൺ. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിനോട് ആവർത്തിച്ച് സ്നേഹത്തെ പറയാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ ആം വിത്ത് യു. ഈ ഒരു മിറാക്കിൾ വേർഡ്സ് ആവർത്തിച്ച് ഒരു വട്ടം കൂടെ സെൽഫിനോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു വരാം. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ. ഐ താങ്ക് യു. ഐ ലവ് യു. ഐ ആം വിത്ത് യു. Take a deep breath. Hold on. Breathe out. Take a deep breath. Hold on. Breathe out. രണ്ട് കൈകളും പരസ്പരം ഒരുമിയതിന് ശേഷം കണ്ണിന്റെ മുകളിൽ വെക്കാം. നിങ്ങൾക്ക് തിരിച്ചു വരാം. ഓക്കെ, ഹലോ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് നേരെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ഒരു വണ്ടർഫുൾ സെഷൻ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എനിവേ, വെൽക്കം അഫ്സൽ സർ. ഓവർ ടു യു. താങ്ക് യു താങ്ക് യു. പിന്നെ ലാഹിക്, നിങ്ങള് ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ? മ്യൂട്ടാണ്. ചെയ്തിരുന്നു. ഒരു വർക്കൗട്ട് മാത്രം ചെയ്യാൻ സമയം കിട്ടിയില്ല, അതാണ്.
അതായിക്കോട്ടെ. അല്ല, മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ മതി. ഓരോന്ന് മെല്ലെ മെല്ലെ 1 പുഷപ്പ് 2 പുഷപ്പ് അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി. പിന്നെ ഓ നിങ്ങള് ചെയ്തിരുന്നോ? സമയം കിട്ടിയിരുന്നോ? കേട്ടില്ല തോന്നുന്നു. സമത് നിങ്ങള് ചെയ്തിരുന്നോ? സമത് മൊയ്ക്കൻ. ആ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായില്ല, ബാക്കിയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ടായി. മെഡിറ്റേഷന്, പിന്നെ നമ്മള് എഴുതാ പറഞ്ഞത് അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ ചെയ്തു. ബാസിത്ത് നിങ്ങളോ? ഉറങ്ങിപ്പോയോ അവിടല്ലേ? അല്ല, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയം വരെ ഞാൻ കണ്ടിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞപ്പോ ഉറങ്ങിപ്പോയോ എന്ന് എനിക്കറിയില്ല. നിങ്ങള് മ്യൂട്ടാണേ. ബാസിത്ത് നിങ്ങൾ അവിടെ ഉണ്ടോ? ഈ മെഡിറ്റേഷൻ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അങ്ങ് പോയോ? ഇല്ല, മെഡിറ്റേഷൻ കഴിയുന്നവരെ അവരുണ്ടായിരുന്നു. ശരിയാ, ലൈവിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ അനുമാൻ പിന്നെ നേരത്തെ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ അനുമാനോട് ചോദിക്കാത്തോട്ട്. നേരത്തെ പറഞ്ഞിരുന്നു ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പം നമ്മളെന്നാ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മൈൻഡിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി. നമുക്ക് 2 തരത്തിലുള്ള മൈൻഡ് ഉണ്ട്. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പം നമ്മൾ ഈ കാലം വരെ ജനിച്ച് ഈ ഈ പ്രായം എത്ര വയസ്സിലാണ് ഓരോരുത്തരും ഉള്ളത്, ഈ പ്രായം വരെ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഓൾറെഡി കയറിയിട്ടുണ്ടാവും. നമ്മളെ പെരുമാറ്റത്തിൽ ഇപ്പം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും നമ്മുടെ ലൈഫിൽ മുന്നേ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെയാണ് ഓരോ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് ലൈഫിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ 2 ഫാമിലി എടുക്കാം. ഒരു ഫാമിലിയിലെ അച്ഛൻ അമ്മ അല്ലെ ഫാദർ മദർ അല്ലെ ആ ഫാമിലിയിൽ ആൾക്കാർ, ഫാദർ ഡെയിലി എന്തെങ്കിലും വർക്കിന് പോയിട്ട് ചെറിയൊരു വരുമാനത്തിൽ ഡെയിലി വർക്കിന് പോയാൽ മാത്രം, കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ആളാണെങ്കിൽ അവിടെയുള്ള മക്കളുടെ മനസ്സിൽ ഒരു തോട്ട് ഉണ്ടാവും. എന്താണ്? ഇതെന്നെ കണ്ട് വളരെയാണല്ലോ, അപ്പം ഡെയിലി ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം, ഡെയിലി വരുമാനം കിട്ടണം എന്നുള്ളൊരു തോട്ടാണ് ഉണ്ടാവുക. പക്ഷേ അതേ ആള് ആ തോട്ട് റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ മൈൻഡിനെ പറ്റി പഠിക്കുകയോ കാര്യങ്ങളോ ചെയ്താൽ മാത്രമേ ആ ആൾക്ക് എന്തായി മാറാൻ പറ്റൂ? കുറച്ചുകൂടി ഒരു ട്രാൻസ്ഫോർമേഷണൽ ലെവലിൽ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയയും കാര്യത്തിലും. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ കണ്ണ് തന്നെയാണ് ജീവിതം കൊണ്ടുപോകുക. ഞാൻ ദിവസപ്പെട്ട് ജോലിക്ക് ആഭരണമായി ജീവിക്കണം, മറ്റുള്ള വേറൊരു ഫാമിലിയിൽ ജീവിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പോ അത്യാവശ്യം ബിസിനസ്സിലൂടെ ഇപ്പം ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാദറിന്റെ മക്കളാണെങ്കിൽ അവനെ കണ്ടു വളരുന്നത് ഡെയിലി ഫാദർ കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്നൊന്നുമില്ലെങ്കിലും വരുമാനങ്ങൾ വരുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ ഈ കുട്ടീന്റെ മനസ്സിലുണ്ടാവുക ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡെയിലി വർക്കിന് പോവാതെ തന്നെ ലൈഫിൽ എങ്ങനെ കുറച്ചുകൂടെ വരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വോയിസ് ഓൾറെഡി ബ്രേക്ക് ഉള്ള ആവുന്നുണ്ടോ? ഇൻബിൽട്ട് ആയിട്ടുള്ള കേൾക്കുന്നില്ല. അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, ചിലപ്പം വൈഫൈ. ഇപ്പൊ ഓക്കെ ആണോ? ഒന്നും ഇപ്പൊ ഓക്കെയാണ്. ഇതുവരെ ചില പറഞ്ഞൊന്നും സമയത്ത് കേട്ടില്ല. കേൾക്കുന്നുണ്ട്, ചില സമയത്ത് ഒരു ബ്രേക്ക് വരുന്നു, അപ്പൊ ഒരു കണ്ടിന്യൂ ആയിട്ട് നമ്മൾ കേൾക്കാൻ കഴിയുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ഓക്കെ, നല്ല മഴ. ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെ. സോറി. ഓക്കെ. ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പൊ എന്താ സംഭവിച്ചാല് ഇതേപോലെ ഇപ്പൊ ഒരു ഫാമിലിയില് ഫാദറും മദറും, ഞാനിപ്പം ഫോർഗീവ്നെസ്സിലേക്കും ഇതിലേക്കും ഒന്നും കടന്നില്ല. ഞാൻ മൈൻഡിന്റെ കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയാട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന്
ഒരുപാട് സംഭവങ്ങൾ ഉള്ളിൽ കയറിപ്പോകുന്ന കാര്യങ്ങളെ പറ്റി പറയുകയാണ് ഞാൻ ജസ്റ്റ്. ഇതേപോലെ ഇപ്പൊ ഒരു ഫാമിലിയിൽ ഫാദറും മദറും തമ്മിൽ എല്ലാ ദിവസവും വഴക്കാണ്. ഫാദർ ഇപ്പൊ എന്തെങ്കിലും ഒരു ലഹരി ഇപ്പം മദ്യപിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഡെയിലി ഇതിങ്ങനെ കണ്ട് വളരുന്നേ. ഡെയിലി ഇപ്പം ഫാദർ വന്നിട്ട് മദറിനെ അടിക്കുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക, ദേഷ്യം പിടിക്കുക, ഡെയിലി ഇതിങ്ങനെ കണ്ട് വളരുന്ന ഒരു കുട്ടിയുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും? ആ മാനസിക സ്ഥിതി വെച്ചുകൊണ്ട് വളരുന്ന ഒരു കുട്ടി കുറച്ച് പ്രായം വന്ന് കുറച്ച് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ മനസ്സിലുണ്ടല്ലോ ഈ ഫാദർ ചെയ്ത സംഭവങ്ങളൊക്കെ പല സമയത്തായിട്ട് അറിയാതെ ദേഷ്യം വരുന്ന സമയത്ത് അടിക്കാൻ നോക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടീൻ്റെ മനസ്സിൽ വരും. അത് നിങ്ങൾ ചിലപ്പം ഈ അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ ചെറിയതായ സമയത്ത് കണ്ടിട്ട് അതേ സിറ്റുവേഷൻ നമ്മൾ ഇപ്പൊ ചില ആളുകളെ കണ്ടിരുന്നു, ചില ലേഡീസിനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ കാണുന്ന സമയം, ലേഡീസ് എന്ന് മാത്രമല്ല അല്ലാത്തവരും ചെറിയ പ്രാണികളെ ചെറിയ എന്തെങ്കിലും ജന്തുക്കളെ കാണുമ്പോൾ പോലും പെട്ടെന്ന് പേടിക്കുന്നത് കണ്ടില്ലേ? അതൊരു പ്രോഗ്രാം കയറുന്ന എങ്ങനെയാ വെച്ചാല് ഈ കുട്ടികൾ ഈ വലിയ ആളുകൾ ചെറുതായ സമയത്ത് വേറൊരാള് ഒരു ചിലന്തിനെ സ്പൈഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണിനെ അല്ലെങ്കിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് പേടിക്കുന്നത് കാണുന്നത് ആ കുട്ടി കാണുന്നത് ആ കുട്ടീൻ്റെ മനസ്സിൽ ഓൾറെഡി സേവ് ആയിട്ടുണ്ടാവും. ഇതേ സംഭവം കുറച്ചു കാലങ്ങൾ കഴിഞ്ഞാലും ആ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഉപബോധ മനസ്സ് ഓൾറെഡി സേവ്. അപ്പോൾ നമ്മളിപ്പോ ചെയ്യാൻ പോകണം എന്താ വെച്ചാല് ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളും നമ്മൾ ലൈഫിൽ വളർന്നു വന്ന സമയത്ത് കയറിപ്പോയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ലൈഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ചെറുപ്പത്തിൽ വളർന്ന സമയത്ത് നല്ലൊരു ഹൃദയത്തോട് കൂടിയിട്ട് യാതൊരു കളങ്കവും കറയും ഇല്ലാത്ത നല്ലൊരു ഹൃദയത്തോട് കൂടിയിട്ട് നല്ല മനസ്സും എല്ലാ കാര്യങ്ങളും ചോദിച്ച് പഠിക്കാനൊക്കെ ഉള്ളൊരു മനസ്സോട് കൂടി. ഇപ്പൊ ചെറിയ കുട്ടികളെ കണ്ടില്ലേ, അതെന്താ 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 വീണ്ടും വീണ്ടും ചോദിച്ചു പഠിക്കാനുള്ള അവർക്ക് ഇപ്പം വീണ്ടും വീണ്ടും ചോദിക്കുന്നതിൽ ഒരു ഈഗോ ഇഷ്യൂ തോന്നിയ ഒന്നുമില്ലല്ലോ. അവരെന്താ വിചാരിക്കുക എന്നുള്ള തോട്ടൊന്നും ചെറിയ മക്കൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെ അങ്ങനെ ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് അസൂയ, ദേഷ്യം, അഹങ്കാരം, അത്യാർത്തി എന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവ് ഇമോഷൻസ് മൊത്തം അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസസ് കുറെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ, ചില നമ്മളെ കളിയാക്കിയതും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലിട്ട് അപമാനിച്ചതും അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കയറിപ്പോയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ തൊട്ടിട്ട് ഈ കാലം വരെ വളർന്നു വരുന്ന ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ കയറിപ്പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ യുണീക്നെസ്സിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുണീക്നെസ്സിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ഇൻബോൺ ടാലന്റ്, ജനിച്ച സമയത്തുള്ള ആ ചൈൽഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല ക്വാളിറ്റീസിനെ പുറത്ത് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിനെ ഒരു ചൈൽഡ് ലൈക്ക്, നമ്മളൊരു ചൈൽഡ് ആയിരുന്ന സമയത്ത് എങ്ങനായിരുന്നു നമ്മുടെ ഹാർട്ടും മൈൻഡും ഒക്കെ ഉണ്ടായിരുന്നത്, ആ രീതിയിലേക്ക് കളങ്കമില്ലാത്ത ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിച്ച് ഒരു എന്താ പറയാ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതേപോലെ പറയാനും ആളുകളെ സ്നേഹിക്കാനും. ചെറിയ കുട്ടി ആളുകളെ സ്നേഹിക്കുന്ന ഒരു കണ്ടീഷനും ഇല്ലാത്ത സ്നേഹമായിരിക്കും. ഇപ്പം ചില സമയത്ത് കുറച്ച് പ്രായം കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ മുട്ടായി തരുന്നവരോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ മാറെങ്കിൽ പോലും ചെറിയൊരു മക്കൾ നമ്മൾ എല്ലാവരെയും കാണുമ്പോൾ ഒരു കൗതുകത്തോട് കൂടി ഇങ്ങനെ അവരെന്താ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പഠിക്കാൻ, എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും ഒരു ഈഗോയും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഇഷ്ടമല്ല ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ചിന്ത ഒന്നുമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹൃദയത്തിലേക്ക് മാറി വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് മൈൻഡിനെ പറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ ഈ മൈൻഡ് പ്യൂരിഫിക്കേഷൻ, നമ്മളെ ഹൃദയം ജനിച്ച സമയത്ത് നല്ല മെഡിറ്റേഷൻ ഫെറോസമ പറഞ്ഞല്ലോ,
ആ കറുത്ത കറ ഒഴിവാക്കുകയാണ്. അതേ ഈ നമ്മൾ ഹൃദയത്തിലേക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസും ഇമോഷൻസും കാര്യങ്ങളും കയറുന്ന സമയത്ത് ആ ഹൃദയത്തിൽ ഇങ്ങനെ കറ വന്ന് അടഞ്ഞ് ആ ഹൃദയം ഇങ്ങനെ കറുത്ത കളറായി മാറും. ഇതൊരു മെറ്റഫറിക്കൽ യൂസേജ് ആണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ആ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണ് ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഫോർഗീവ്നെസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ക്ഷമാപണം നടത്തുക, അത് കേൾക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് എന്താണ് മനസ്സിൽ വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? അനുമം ഇവിടെ ഇല്ലല്ലോ, എല്ലാവരും പുഷാണല്ലോ. അനുമം ഞങ്ങൾ ഇണങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് ഓക്കെയാ. കേൾക്കുന്നുണ്ട്. ആ ഓക്കെ. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. നമ്മളെ ഹേർട്ട് ചെയ്തവരോട് നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ്. ഓക്കെ, നമ്മളെ ഹേർട്ട് ചെയ്തവരോട് നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ്. ഓക്കെ ഓക്കെ, അത് ആണോ പോയിന്റ്. ഓക്കെ, അടുത്ത ആള് ബാസിത്ത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ഇടയ്ക്ക് ചെയ്യണേ. സ്റ്റക്ക് ആവുന്നതാണ്. ഇവിടെ നെറ്റ് കുറവാണ്. ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഫോർഗീവ്നെസ് അല്ലെങ്കിൽ ക്ഷമാപണം എന്ന് പറയുന്ന സമയത്ത് എന്താണ് മനസ്സിൽ വരുന്നത്? അങ്ങനെ ഉദ്ദേശം മനസ്സിലായിട്ടില്ല. അല്ല, നമ്മൾ ക്ഷമിക്കാന്ന് പറയല്ലോ, ഫോർഗീവ് ചെയ്യാന്ന് പറയല്ലോ. അത് പറയുന്ന ഓക്കെ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഇപ്പം ഒരാൾക്ക് പുറത്തു കൊടുക്കണാണോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത് പുറത്തു കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും തോട്ട് വരുന്നുണ്ടോ മനസ്സിൽ? മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളത്. ആരോട് ക്ഷമിക്കുക. കേൾക്കുന്നില്ലേ? മറ്റുള്ളവരെ നമ്മളോട് ചെയ്തതിൽ ക്ഷമ കൊടുക്കും അല്ലെ? ഓക്കെ. അടുത്തത് സമത്. ഇവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇങ്ങനെ ഡിലേ ആവുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കുന്നുള്ളൂ. സമത്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാന് അതില് എന്നോട് ഞാൻ പറഞ്ഞു, ഇന്നലെ പറഞ്ഞതിന് മുന്നേ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്തു വെച്ചതില് എല്ലാവരും കൈ കിടത്തിയിട്ടുണ്ട്. അവർക്ക് അതില് ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ് ഇപ്പോഴും അവർ റൺ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതൊക്കെ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു സൈഡിൽ നോക്കുമ്പോ ഞാൻ കാരണമാണല്ലോ, അവര് ഇപ്പോ ആ ലെവലിൽ എത്താൻ ഞാനൊരു കാരണക്കാരനാണല്ലോ, ആ ഒരു തോട്ടാണ് ഇപ്പൊ എനിക്കതില് അവർക്ക് ഒരു എന്താ പറയാ ദേഷ്യോ അതല്ലെങ്കിൽ അവര് കാണുമ്പോൾ മിണ്ടാതിരിക്കേ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്റെ മുന്നിൽ അവർ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുന്നേ അങ്ങനെയല്ലായിരുന്നു. മുന്നേ എനിക്കുള്ളില് എനിക്കും കൂടി വേണ്ടതായിരുന്നല്ലോ അത്, അവന് എന്നെ അങ്ങനെ പറ്റിച്ചതുകൊണ്ടല്ലേ അങ്ങനെ ആയത്, ആ ഒരു തോട്ടാണ്. ഇപ്പൊ ഞാനത് മാറ്റി. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് അവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ, അവൻ അടിപൊളിയാവട്ടെ, ആ ഒരു ലെവലാണ്. ഫോർഗീവ്സ് ഞാൻ അതാണ് അത് ഇതിലല്ല. ഞാനൊരു 5-6 മാസം മുന്നേ ഞാൻ ഇതുപോലെ ഈ ഒരു വിഷയം ഈ ഓപ്പണോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരാള് അങ്ങനെ പറഞ്ഞു തന്നിരുന്നു, നീ എല്ലാം വിട്ടുകൊടു, എല്ലാം വിട്ടേക്ക് എന്ന് പറഞ്ഞാണ്ട് ആള് ഫോർഗീവ്സിനെ കുറിച്ച് സംസാരിച്ച അന്ന് മുതൽ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ ആരോടും അങ്ങനെ ദേഷ്യം വെക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാറില്ല. നല്ലൊരു മനസ്സാണ്. കാര്യം ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ നല്ലൊരു. ഇപ്പൊ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ ലാഹിക്, നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വന്നത്? എനിക്ക് മനസ്സിൽ വന്നത് നമ്മളോടും ക്ഷമിക്കുക, മറ്റുള്ളവരും ക്ഷമിക്കുക. കാരണം സമ്മാനി പറഞ്ഞ പോലെ വിട്ടു കൊടുക്കാന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി വരും. ഈ സംഭവം ഒരാളോട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അയാളെ നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഒന്ന് വിട്ടു കൊടുക്കാന്ന് പറഞ്ഞാലും ചില സമയത്ത് ഓട്ടോമാറ്റിക് മനസ്സിലേക്ക് കൊണ്ട് കയറും, മൈൻഡിന്റെ പ്രോബ്ലം കൊണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ചില സമയങ്ങൾ വിട്ടുകൊടുക്കാൻ തോന്നൂല. പക്ഷെ എന്തെന്ന് പറഞ്ഞാല്
പക്ഷെ ആ സംഭവം നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ വളർച്ച തന്നെ എന്താകാണ്, താഴ്ന്നു പോകും. അതെ 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 അതെ. അപ്പോ അത് അതിന് നമ്മളെ നല്ലത് തന്നെ ബാധിക്കുക, നമ്മൾ എത്രത്തോളം മനസ്സിൽ. Yes. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മളെ നാലാളും ഇന്ന് പ്രസന്റ് ആയിട്ടുള്ള നാലാളും ഈ ഫോർഗിവ്നെസ്സിനെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞു. അതപ്പോ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് ആസ്പെക്റ്റും കൂടെ ജസ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് കൂടുതൽ അതിന്റെ സ്ലൈഡുകളിലേക്കും ഓരോ ഫോർഗിവ്നെസ്സിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ചിട്ടുള്ള ആളുകൾ പല രീതിയിൽ ചതിയും വഞ്ചനയും കളിയാക്കലും അല്ലെങ്കിൽ വേദനിപ്പിച്ചതും പല രീതിയിൽ ബിസിനസ്സിൽ ചതിച്ച ആൾക്കാരും അങ്ങനെ തുടങ്ങിയ ഓരോരുത്തർക്കും പല പല എക്സ്പീരിയൻസ്. ഇപ്പം ഒരു ലവ് ഫെയിലിയർ ഉണ്ടായവരുണ്ടാവും. അവ പല രീതിയിലായിരിക്കും ഓരോരുത്തർക്ക് ഹേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പലരിൽ നിന്നും. അങ്ങനെ നമ്മളോട് ദോഷം ചെയ്ത ആളുകളോട് നമ്മൾ പുറത്തു കൊടുക്കുക. അടുത്തത് ഏത് പോയിന്റാന്ന് വെച്ചാല്, നമ്മൾ പലരോടും പല ദോഷങ്ങളും ചെയ്യും. ഇതേപോലെ ചതിയും വഞ്ചനയും കളിയാക്കലും മറ്റുള്ളവരെ പറ്റി കുറ്റം പറയലും പല കാര്യങ്ങളും നമ്മൾ പലതും മറ്റുള്ളവരോട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം വാക്ക് മാറ്റി പറയലും പല രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ അവരോട് മാപ്പ് ചോദിച്ചതായി നമ്മളെ മനസ്സിൽ അത് ആ കറകൾ എടുത്ത് ഒഴിവാക്കൽ. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ് ആണ് നമ്മളോട് തന്നെ തെറ്റുകൾ ഫോർഗീവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മള് പല സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാല് നമ്മള് വീണ്ടും വീണ്ടും അതിങ്ങനെ വീണ്ടും വീണ്ടും വിഷമിക്കാറല്ലേ. ഒരു വിഷമം എന്തെങ്കിലും ഒരു കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള വിഷമം വന്നു കഴിഞ്ഞാല് നമ്മള് അത് വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നെഗറ്റീവ് കാര്യം ആലോചിച്ച് സങ്കടപ്പെടുന്ന പോലെ നമ്മൾ സന്തോഷം കിട്ടിയ കാര്യം വീണ്ടും വീണ്ടും ആലോചിച്ച് സന്തോഷം കണ്ടെത്താറുണ്ടോ? അത് ഇപ്പോഴും ചിന്തിച്ചിട്ടോ? നമ്മൾ ഒരു നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട്, അത് കുറച്ച് നേരത്തേക്കേ നമ്മളെ മനസ്സിലുണ്ടാവും. പക്ഷെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിനെ അതിങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും അതിങ്ങനെ ചിന്തിച്ച് നമ്മളെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കും. അപ്പോൾ അത് ഓവർ തിങ്കിങ്ങിൽ ഇത് മാത്രമല്ല വരിക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതേപോലെ വരുന്നതാണ് നമ്മൾ വെറുതെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ സൃഷ്ടാവിന്റെ, നമ്മുടെ ക്രിയേറ്ററുടെ ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിപ്പാണ്. അപ്പൊ നമ്മൾ പല സമയത്തും ശ്രദ്ധിക്കാറ്, ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മളെ തന്നെ പല സമയത്തും കുറ്റങ്ങളുണ്ടാവും. പോലെ എനിക്ക് മുടിയില്ല, തടിയില്ല, അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ല, കളറില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും നമ്മളോട് തന്നെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. അപ്പൊ ശരിക്കും സംഭവിക്കുന്ന വെച്ചാല് നമ്മുടെ ക്രിയേറ്ററുടെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാല് എല്ലാ സൃഷ്ടികളും ശരിക്ക് ക്രിയേറ്ററുടെ പെർഫെക്റ്റ് ക്രിയേഷൻസ് ആണ്. ഒന്നുപോലും എല്ലാം കണ്ടറിഞ്ഞ് തന്നെയാണ്. ഇപ്പം നമുക്ക് ആലോചിച്ച് ചില ആളുകൾക്ക് കണ്ണ് കാണുന്നുണ്ടാവും. ചില ആളുകൾ, ആ കണ്ണ് കാണാത്ത ആളുകൾക്ക് ചെവിക്ക് ഭയങ്കര പവറായിരിക്കും. പവർ എന്ന് പറഞ്ഞാല് അവർക്ക് കേട്ട് കഴിഞ്ഞാല് ആ ആളുടെ എത്ര ദൂരത്തിലാണ് മറ്റൊരാൾ നിൽക്കുന്നതെന്ന് വരെ ഈ കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സൗണ്ട് മാത്രം മനസ്സിലാക്കിയത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടൂല. നമ്മൾ കണ്ണടച്ച് നിന്നാലും എത്ര ദൂരത്തിലാണ് കറക്റ്റ് അവരെ പോലെ കഴിയൂല. ഇതേപോലെ ഇപ്പൊ ഹാൻഡ്സ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും ജന്മന. ഇങ്ങനത്തെ ആളുകൾ നിങ്ങൾ കണ്ടില്ലേ, ഈ കാലുകൊണ്ട് വരെ പെയിന്റിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം കാലുകൊണ്ട് പെയിന്റിങ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ കൈക്ക്
സോറി കേട്ടോ, സോറി. സിസ്റ്റർ മകളുണ്ട് ഇവിടെ ഡോർ തുറക്കാൻ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, വന്ന് മുട്ടിയിട്ട്, സോറി. പിന്നെ ഇതേപോലെ ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാല്, ഒരു കഴിവ്, ഏതെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഇപ്പം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് ഹയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു കാര്യത്തിൽ മറ്റുള്ളവരെക്കാട്ടിലും ഹൈ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഡെഫിഷ്യൻസി ഉള്ള കാര്യത്തിലേക്ക് മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നിക് വ്യൂജിച്ച് എന്ന് പറഞ്ഞിട്ടൊരു നിക് വ്യൂജിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. അധികം ആൾക്കാരും അറിയുന്ന ആളായിരിക്കും. കയ്യും കാലും ഇല്ല ആൾക്ക്, കയ്യും കാലും ഇല്ലാത്തൊരാള്. പക്ഷേ ആ ആള് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ്. ആ ആൾക്ക് 1 ഹവറിന്റെ ട്രെയിനിങ് ചാർജ് $40,000, ആ രീതിയിലുള്ള ചാർജാണ് അയാൾക്ക്. അയാളിപ്പോ ചിന്തിക്കുകയാണ്, എന്ത്, എനിക്ക് കയ്യും ഇല്ലല്ലോ കാലും ഇല്ലല്ലോ, ഞാനിപ്പോ എന്തുകൊണ്ടാണ് എന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചത്? പക്ഷെ എന്താ സംഭവിച്ചത്? ആളുടെ കഴിവ്, ഉള്ളതിലുള്ള കഴിവ് മനസ്സിലാക്കിയിട്ട് അത് പരിപോഷിപ്പിച്ചെടുത്ത സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറി. ഇതേപോലെ നമ്മളുടെ ഡെഫിഷ്യൻസിലേക്കും അല്ലെങ്കിൽ സൗന്ദര്യക്കുറവിലേക്കും കഴിവില്ലായ്മയിലേക്കും നോക്കുന്നതിന് പകരം നമുക്ക് കിട്ടിയിട്ടുള്ളതിലേക്കും നമ്മൾക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിലേക്കും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മൾ വിചാരിച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നത് കാണാൻ പറ്റും. അപ്പൊ ഞാനിത് പറഞ്ഞത്, ഫോർഗീവ്നെസ്, നമ്മളോട് ചെയ്ത പാപങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ കുറ്റം പറയാൻ പാടില്ല. കാരണം ഓരോരുത്തരും അവരുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്നല്ല പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ പറഞ്ഞ അവരുടേതായ രീതിയിൽ ഒരു നല്ലൊരു ക്രിയേഷനാണ്. അപ്പം നമ്മളെ തന്നെ കുറ്റം പറയാന്ന് പറയുന്നത് നമ്മളോട് ചെയ്തിട്ടുള്ള ഒരു പാപമാണ്. അതും ഒരു പാപമല്ലേ? നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നതും മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു പാപമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനും നമ്മളെ മനസ്സിനോടും ശരീരത്തിനോടും നമ്മൾ മാപ്പ് ചോദിക്കണം. ഞാൻ എന്നെ തന്നെ ഞാൻ ഇങ്ങനെ മോശമായിട്ട് ചിന്തിച്ചതിലും പറഞ്ഞതിലും പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലല്ലോ, എന്റെ മുടി ഇങ്ങനെ ചുരുട്ട്, ഞാൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ അതൊക്കെ, എന്റെ മുടി ഇങ്ങനെ ചുരുട്ടാണല്ലോ, എൻ്റെ നല്ല നേരുള്ള മുടിയാണല്ലോ, എന്റെ പല്ലിങ്ങനെ കൊന്ത്രപ്പല്ലാണല്ലോ, എന്തൊക്കെയോ ഞാൻ പറയായിരുന്നു പണ്ട്. പക്ഷെ ഞാൻ അതിലേക്കേ നോക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഭയങ്കര ഹൈറ്റ് ആണല്ലോ, എന്റെ ഹൈറ്റ് 6 feet ആണ്. അപ്പൊ ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഹൈറ്റ് ആണല്ലോ, ഇത്ര ബാക്കിയുള്ളവർക്കും നല്ല മീഡിയം ഹൈറ്റ്, നല്ല രസമുണ്ടല്ലോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഹൈറ്റ് ഒക്കെ എന്താ പറയുക, ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മളെ നല്ലതിലേക്ക് നോക്കുന്ന സമയത്ത് അത് നമുക്ക്, പക്ഷെ നമ്മളത് ഹൈറ്റ് ഉള്ള ആൾക്കാരെ വിചാരിക്കും ഹൈറ്റ് കുറച്ച് കുറഞ്ഞാൽ മതിയാണ്. പക്ഷെ ഹൈറ്റ് ഇല്ല ആളുകൾക്ക് ഹൈറ്റ് ആയിരിക്കും വേണ്ടത്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ഇപ്പൊ ഒരു റോൾസ് റൈസ് കാറുള്ള ആൾക്ക് വേണ്ടത് എന്തായിരിക്കും? ഒരു ജെറ്റ് ആയിരിക്കും. ഒരു സാധാരണ കാറുള്ള ആൾക്ക് വേണ്ടത് എന്തായിരിക്കും? ഒരു ഹൈ ക്ലാസ് കാറായിരിക്കും. അതേപോലെ കാലില്ലാത്ത ആൾക്ക് വേണ്ടത് എന്തായിരിക്കും? കാലായിരിക്കും. കാലുള്ള ആൾക്ക് വേണ്ടത് സൈക്കിളായിരിക്കും. സൈക്കിളുള്ള ആൾക്ക് വേണ്ടത് ബൈക്കായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ മുകളിലേക്ക് അത് ചിന്തിക്കുന്നത് പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്ക് ഇപ്പോഴും ഡ്രീമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോലും നമുക്ക് ഉള്ള കാലിനും കണ്ണിനും മൂക്കിനും ഇതേപോലെ എല്ലാ സംഭവങ്ങളും നമ്മൾ നന്ദി കാണിക്കണം. ഞാൻ ജസ്റ്റ് ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ മിക്സ് ആയിട്ടാണ് പോകണമെന്ന് അറിയാം. ഞാൻ ഒരു ടോപ്പിക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫ്ലോയിൽ പോവാണ്. അപ്പൊ ഞാനിത് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പം നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റ്, ഇപ്പം നമ്മളെ പറ്റി കുറ്റം പറഞ്ഞത്, അതേപോലെ നമ്മളിങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് എന്തെങ്കിലും വിഷമങ്ങൾ വന്നത് മാത്രം വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിനെ വേദനിപ്പിച്ചത്, ഇതേപോലെയുള്ള ഒരു കാര്യമാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്. നമ്മളെ ടൈം നമ്മൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത നോളജ് റിസീവ് ചെയ്യാനില്ലാത്തപ്പം ചില സമയത്ത് വെറുതെ സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് ടൈം നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട പല സമയം നമ്മൾ ചിലപ്പോൾ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പം ഗെയിം കളിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമ അങ്ങനെ കുറേ സീരീസോടെ ഇങ്ങനെ കണ്ടിരുന്ന് കുറേ സമയം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ചില ആളുകൾ അത് യൂസ്ഫുൾ ആക്കുന്ന ആൾക്കാരും ഉണ്ടാവും, ഞാൻ പറയാണ്. പക്ഷെ
നമ്മളെ ടൈം നമ്മൾ ഒരുപാട് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ പല സമയത്തും നമ്മുടെ ശരീരത്തിന് ഒരു മിതത്തിൽ ഭക്ഷണം കഴിച്ചു കൊടുത്താൽ അതിൽ കറക്റ്റ് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ഡൈജഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. പക്ഷേ ഓവർ എക്സസീവ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് ബോഡി ഒന്നായിട്ട് ബേണായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യൂല, ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധിക സമയത്ത് നമ്മൾ അധികം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ഒരു ഉറക്ക് വരും, ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം ബോഡി അങ്ങനെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു വലിയ കുറ്റമായിട്ട് പറയല്ലട്ടോ ഞാൻ. ഭക്ഷണമൊക്കെ ഞാൻ നല്ലോണം കഴിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. നമ്മളിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തത് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പല രീതിയിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ ശരീരത്തിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ദേഷ്യം വന്ന സമയത്തൊക്കെ നമ്മളെ തന്നെ വേദനിപ്പിക്കുകയും മുറിക്കാൻ നോക്കുകയും, അല്ലെങ്കിൽ ഇപ്പം മദ്യപിക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ നമ്മളെ ശരീരത്തിനോട് ചെയ്യുന്ന പാപങ്ങളാണ്. അതും നമ്മൾ ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഹൃദയത്തിലേക്ക് എത്തണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാപം അല്ലെങ്കിൽ ആ കറകൾ നമ്മൾ മനസ്സിൽ നിർത്തി ഒഴിവാക്കുകയും വേണം. ഇങ്ങനെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുകയും വേണം. പിന്നെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിനോട് ചെയ്ത നമ്മുടെ ദൈവം അല്ലെങ്കിൽ ക്രിയേറ്റർ അല്ലെങ്കിൽ ഇപ്പം പടച്ചോനെ ഇപ്പം എന്തുവാണെങ്കിലും ഓരോരുത്തർ എന്ത് ടേമിലാണോ വിശ്വസിക്കുന്നത് ആ രീതിയിൽ, ഇപ്പം യൂണിവേഴ്സ് എന്നുള്ള വിശ്വാസത്തിലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി ലെവലിൽ അല്ലെങ്കിൽ ഗോഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫെയ്ത്ത് ലെവലിൽ വിശ്വസിച്ച് പല കാര്യങ്ങളിലും നമ്മൾ ഷോർട്ടേജ് വരുത്തി ദൈവത്തിനോട് ചെയ്യേണ്ട പല കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മുടക്കുന്നുണ്ടാവും. ആ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തൊഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്താണ്. ഞാൻ ഒന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഫോർഗീവ്നെസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന നമ്മൾ തന്നെ ഒരുപാട് നമ്മൾ പറഞ്ഞു. ഫോർഗിവിങ് ഈസ് ഫോം ഓഫ് ലവ്. നിങ്ങൾ കണ്ടില്ലേ, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാല് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പുറത്തു കൊടുക്കുന്ന സമയത്താണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ വൈഫ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ പാരൻസിനോടൊക്കെ നമ്മൾ പല സമയത്തും ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത പലതും ചെയ്തിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. അവര് നമുക്ക് പുറത്തു തരും, നമുക്ക് അറിയാം. പക്ഷെ അതിനൊക്കെ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ചെയ്യാൻ അത് നമ്മുടെ മനസ്സിന്ന് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്. ഈ സ്ലൈഡ് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ ആണ്. പിന്നെന്താ വെച്ചാൽ യു വിൽ ഫീൽ പീസ്ഫുൾ ആഫ്റ്റർ ഫോർഗിവിങ്. ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഫോർഗിവ്നെസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളോടും മറ്റുള്ളവരോടും നമ്മൾ ചെയ്തവരോടും ഒക്കെ നമ്മൾ പുറത്തു കൊടുക്കുക. നമ്മളുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യുന്നതിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇൻബോൺ ടാലന്റ്, യുണീക്ക് ആയിട്ടുള്ള ടാലന്റുകൾ കണ്ടെത്തണമെങ്കിൽ നമ്മളെ മൈൻഡ് ആദ്യം വൃത്തിയാക്കണം. ആ അതിന് വേണം ചെയ്യുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക പറഞ്ഞാല് മനസ്സിൽ ഒരുപാട് സമാധാനം കൂടി കിട്ടും. അത് വൺ ഓഫ് ദി ബെനിഫിറ്റ് ആണ്. പിന്നെ അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ഗ്രഡ്ജസ് അല്ലെങ്കിൽ ബിറ്റർമെന്റ്, അസൂയ എന്ന് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് മൊത്തം നമ്മുടെ മനസ്സിൽ നിന്ന് പോവും. അത് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മുടെ മനസ്സിന്. പിന്നെ യു ക്യാൻ മേക്ക് ഹാപ്പിനെസ്, ഹെൽത്ത്, പീസ് ആൻഡ് ഗ്രേറ്റ് റിലേഷൻഷിപ്സ്. സന്തോഷവും നല്ല ആരോഗ്യവും സമാധാനം അതേപോലെ നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ മനസ്സ് ഇപ്പം ആലോചിച്ച് നോക്കിയാൽ ഉണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളായിട്ട് നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കുടുംബക്കാരുണ്ടാവും ചിലപ്പോൾ. അതൊക്കെ പല
ഈഗോ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ പലതും പുറത്തു കൊടുത്താൽ തീരാവുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ട് ആ ബന്ധങ്ങൾ ഇപ്പോഴും മുറിഞ്ഞു തന്നെ കിടക്കുകയായിരിക്കും. അപ്പം ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ നാട്ടുകാരായിരിക്കും, ചിലപ്പം നമ്മുടെ ഫാമിലി ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ ഈ ഫോർഗിവ്നെസ്സോട് നമുക്ക് ആദ്യം നമ്മൾ അവരോട് നേരിട്ട് പോയി പറയണമെന്നില്ല. ഫസ്റ്റ് നമ്മൾ നമ്മളെ മനസ്സിന്ന് ആ കാര്യം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മെല്ലെ മെല്ലെ അവർക്കും അവരെ മനസ്സിന്ന് അത് റിമൂവ് ആയി വരികയാണ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈ നമ്മൾ കറക്റ്റ് മനസ്സിന്ന് കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അസൂയ, അത്യാർത്തി, ദേഷ്യം ഒരാളോട് നമുക്ക് ചില ആളുകളുണ്ടാവും, ഓൻ എന്നെ ഒരു സമയത്ത് കളിയാക്കി, ഓന് ഞാൻ കാണിച്ചു കൊടുക്കും, ഞാൻ എൻ്റെ കഴിവ് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടാവും. നമ്മളൊരു എന്താ പറയുക, ഒരു ഉദ്ദേശമൊക്കെ നമ്മളെ മനസ്സിൽ നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ സക്സസ്ഫുൾ ആവണം എന്നുള്ള രീതിയിലൊക്കെ. നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല സക്സസ്ഫുൾ, നമുക്ക് വേണ്ടിയിട്ടും നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ടും സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാൻ നമ്മളുടെ എക്സ്പീരിയൻസും എഴുതി വെച്ചിട്ടുള്ള എക്സ്പീരിയൻസിലേക്കും കോൺട്രിബ്യൂഷനിലേക്കും ഒക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർഗിവ്നെസ് ചെയ്യുന്നത്. അതേപോലെ അടുത്താണ് നമ്മളെ ഡിപ്രഷൻ ഒരുപാട് കുറയ്ക്കും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, അധികം ആളുകൾക്കും ഈ ഡിപ്രഷൻ, സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് രണ്ട് കാരണങ്ങൾക്കാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്ത് നടന്നിട്ടുള്ള, നമ്മൾ ഈ പ്രായം വരെ ഉള്ളതിൽ മുന്നേ നടന്നിട്ടുള്ള പല പല എക്സ്പീരിയൻസുകൾ, പല വിഷമങ്ങൾ സംഭവിച്ചതാണ്. ഒന്ന് നമ്മൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച് സ്ട്രെസ് അടിക്കുക. പിന്നെ നമ്മൾ സ്ട്രെസ് അടിക്കുക എന്താണ്, ഭാവിയിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കാൻ പോണത്, ഞാൻ എന്താ ചെയ്യുക, എൻ്റെ വരുമാനം എന്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഒക്കെ എവിടെയൊക്കെ എത്തും, മക്കൾ എന്താവും, അല്ലെങ്കിൽ എൻ്റെ ജോലി, ബിസിനസ്, അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ പല സമയത്തും സ്ട്രെസ് അടിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസന്റ് മൊമെന്റിൽ നിന്നുകൊണ്ട് നമ്മൾ കറക്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ചുറ്റിനുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയും. നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, ലിവിങ് ഇൻ ദ മൊമെന്റ്. അപ്പൊ അതൊക്കെ നമ്മൾ മുന്നോട്ട് സംസാരിക്കാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബ്രിങ് ഡൗൺ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി, അതും നമ്മളിപ്പോൾ പറഞ്ഞതിൽ പെട്ട ഡിപ്രഷനും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫോർഗിവ്നെസ്. പിന്നെ നമ്മൾ ഫോർഗിവ്നെസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും അതേപോലെ സൈക്കോസൊമാറ്റിക് ഡിസീസസും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് കുറവായിരിക്കും. നമ്മൾ കാണല്ലേ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത്, ഇപ്പം സംഭവം നമ്മൾക്ക് അറിയാം, നമ്മളെ ദൈവം ഓൾറെഡി നമുക്കൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ സമയത്തേക്ക് നമ്മൾ മരിക്കുന്നതാണെങ്കിൽ പോലും നമ്മളുടെ പല അസുഖങ്ങളും നമ്മളെ ലൈഫിൽ വരുന്നത് നമ്മളുടെ ഒരു എഫക്റ്റും കൊണ്ടും കൂടിയാണ്. ഒരുപാട് ദേഷ്യവും വെറുപ്പും അസൂയയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, മനസ്സിലതിങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പല പല അസുഖങ്ങളും ബാധിക്കും. കാരണം എന്താണ്, ഈ ഹൃദയം ഇങ്ങനെ കറ പിടിച്ച് കിടക്കുന്ന, ഹൃദയത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന രക്തത്തിൽ വരെ ആ ഒരു പോയിസൺ ഉണ്ടാവും. അങ്ങനെ ടാറ് പോലെ കറുത്ത് കിടക്കുന്ന ഹൃദയമായി കഴിഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ ആളുകൾ രക്തത്തിൽ വരെ എന്താണ്, ബ്ലഡ് സർക്കുലേഷനിൽ വരെ പോയിസൺ വന്നിട്ട് അതൊരു അസുഖമായിട്ട് മാറും. ക്യാൻസർ കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ വരുന്നത്. പക്ഷെ അതും ഈ മൈൻഡ് പ്യൂരിഫിക്കേഷൻ ചെയ്യാത്തതും ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനൊരു കാരണം കൂടിയാണ്. പിന്നെ ഫോർഗിവ്നെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ നമ്മളുടെ ഈഗോ ഒക്കെ വല്ലാതെ കുറയും. പിന്നെന്താ സംഭവിക്കുക, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, നമ്മളെപ്പറ്റി പിന്നെ ഈ ഫോർഗിവ്നെസ് നമ്മൾ മുന്നോട്ട് പറയാൻ പോണ ഗ്രാറ്റിറ്റ്യൂഡും കൂടി നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് കൂടും. അതൊക്കെ ഈ ഫോർഗിവ്നെസ് കൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അത് എങ്ങനെയാ ചെയ്യാന്നൊക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് പറയും. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലെ? എനിക്കിവിടെ നിങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും പോലെ കാണുന്നത്. കേൾക്കുന്ന സൗണ്ട് ഒക്കെ ഓക്കെ അല്ലോ? ബാക്കിയുള്ളവർക്ക് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഓക്കെ. പിന്നെതാ റിവെഞ്ച് ഈസ് ബിറ്റർ. ഈ റിവെഞ്ച് നമ്മളിപ്പോ നേരത്തെ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ള രീതിയിൽ നമ്മൾ റിവെഞ്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കയ്പുള്ള ഒരു സംഭവമാണ്. അതെന്ത് ചെയ്യണം, നമുക്ക് റീപ്ലേസ് ഇറ്റ് വിത്ത് ദ നെക്ടർ ഓഫ് ഫോർഗിവിങ്. നമ്മൾ ഈ തേന് പോലെയുള്ള
ഈ നെക്ടർ, നമ്മളെ ഫോർഗിവിങ്ങിന്റെ നെക്ടർ കൊണ്ട് ആ കയ്പുള്ള സംഭവം, ആ മധുരമുള്ള നമ്മുടെ തേന് പോലത്തെ ഇതെടുത്തിട്ട്, തേന് പോലെയുള്ള ഫോർഗിവിങ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആ റിവെഞ്ചും കാര്യങ്ങളും, കയ്പുള്ള റിവെഞ്ചും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുക. അതേപോലെ റിലേഷൻസ് ഇമ്പ്രൂവ് ആവും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി പറയാണ്. ഇംപ്രൂവ് സ്പീഡ്സ് ലവ്, എനർജി ആൻഡ് വൈറ്റലിറ്റി. പിന്നെ ഹെൽപ്സ് ടു ടച്ച്, ഇതുണ്ടാ ഈ പോയിന്റ് ആണ്, ഹെൽപ്സ് ടു ടച്ച് ഹയർ സെൽഫ്. ഫോർഗിവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബെസ്റ്റ് സെൽഫിലേക്ക്, നമ്മൾ പറയാറില്ലേ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് എന്ന് പറയും. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായി മാറണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഹയർ സെൽഫിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ നമുക്ക് സബ് കോൺഷ്യസ് നമ്മളെ കൺട്രോളിൽ വരുന്ന ഒരു ആവശ്യമുള്ളതും ഐഡിയകൾ ഇങ്ങനെ ഫ്ലോ ചെയ്തോണ്ടേ നിൽക്കും. എല്ലാ സമയത്തും നമ്മൾ എന്താ പറയുക, ഭയങ്കര ഒരു ഡിവൈൻ കണക്ഷനിലുള്ള ഒരു സംഭവം ഉണ്ട്. അതൊക്കെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ മനുഷ്യന്മാരെയും ഒരുപോലെ സ്നേഹിക്കാനും, അതേപോലെ എന്ത് സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരും, എല്ലാവരുടെ മൈൻഡിലും ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ എന്താണ്, അതിലേക്ക് ശ്രദ്ധിക്കാന് നമ്മളുടെ മൈൻഡ് റെഡി അല്ല. ഇതിങ്ങനെ ഓരോ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെ ആലോചിച്ച് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു ഹയർ സെൽഫിലേക്ക് എത്തിപ്പെടാൻ പറ്റൂ. അപ്പൊ ഏതായാലും ഞാൻ ജസ്റ്റ് ഒരു ഇത് തന്നുള്ള, ബാക്കിയുള്ളത് നമ്മൾ മുന്നോട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതാ നമ്മളിപ്പോ നേരത്തെ ഇതൊക്കെ നമ്മൾ സംസാരിച്ച്, ഞാനിപ്പോ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾ തന്നെ സ്ലൈഡിൽ കൂടെ വരികയാണുള്ളൂ. ഫോർഗിവിങ് ടു സെൽഫ്, നമ്മളോട് ചെയ്തിട്ടുള്ള വെറുതെ സമയം വേസ്റ്റ് ചെയ്തതും, വെറുതെ ഓവർ തിങ്കിങ് ചെയ്തതും, നമ്മളോട് തന്നെ കുറ്റങ്ങൾ, നമ്മളെപ്പറ്റി തന്നെ കുറ്റങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക. അതേപോലെ മറ്റുള്ള ആളുകൾക്ക് ഫോർഗിവ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനോടുള്ള ഒരു ബെനിഫിറ്റ്, എലിമിനേറ്റിംഗ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്, ഈ ഹാർട്ട് ഡിസീസസ്, അതേപോലെ എന്താണ് ബ്ലഡ് പ്രഷറിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തതൊക്കെ നമുക്ക് ഈ ഫോർഗിവ്നെസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കാര്യങ്ങൾ സ്ലൈഡ് ഗെറ്റ് റീഡ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻസ്. ഇങ്ങനെയുള്ള നിങ്ങളൊരു കാര്യം വെച്ചാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിലേക്ക് എല്ലാ സമയത്തും നല്ല നല്ല തോട്ട്സും കാര്യങ്ങളും, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ മൈൻഡിനെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പുലർത്തി വെക്കും, വൃത്തിയാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അത് ട്രാക്ക് ചെയ്യാൻ കിട്ടും. അപ്പൊ എന്താണ്, നമ്മളിങ്ങനെ സിഗരറ്റ് വലിക്കുക, അല്ലെ കഞ്ചാവ് വലിക്കുക, ഇങ്ങനെ ഈ മദ്യപിക്കുകയൊക്കെ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെ മൈൻഡ് നമ്മുടെ കൺട്രോളാണുള്ളതെന്ന്? നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിൽ ഇങ്ങനെ നടക്കുക ആ സമയത്ത് ഉണ്ടാവുക. ഞാൻ ഇതുവരെ കുടിച്ചിട്ടും വലിച്ചിട്ടും ഇല്ലെങ്കിൽ പോലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേട്ടിട്ട് അറിയാലോ, വേറൊരു ലോകത്തായിരിക്കും ഉണ്ടാവുക എന്നുള്ള സംഭവം. വിഷമങ്ങൾ പോക്കാനും അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കാനൊക്കെ കഴിയും ചില ആളുകൾ ചെയ്യും. ചില ആളുകൾ ഇങ്ങനെ കുട്ടികളൊക്കെ അഡിക്ഷൻ ആയി പോയിട്ട് ചെയ്യുന്നതുമാണ്. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് നിർത്തിയിട്ട് നമ്മുടെ പ്രയത്നത്തെ നമ്മൾ പോകുന്നത്, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലൈഫിനടുത്ത് ഒഴിവാക്കൽ നിർബന്ധമാണ്. അത് ലൈഫിനടുത്ത് ഒഴിവാക്കാതെ നിങ്ങൾക്ക് യുണീക്നെസ്സിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല. നിങ്ങൾ എന്താണ്, നമ്മൾ വിചാരിച്ച ഈ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നല്ല, നമ്മൾ മെല്ലെ മെല്ലെ അതിനുള്ള ആക്ടിവിറ്റീസ്, അതിനുള്ള ആർക്കെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, പറഞ്ഞുതരും. പിന്നെ ആൻസൈറ്റി സിംറ്റംസ് കുറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അതേപോലെ ഫോർഗിവ്നെസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റർ സ്പിരിച്വാലിറ്റി ആൻഡ് വെൽനെസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ. നല്ലൊരു കണക്ഷൻ ഉണ്ട്, ഒരു ഡിവൈൻ കണക്ഷൻ എല്ലാ സമയത്തും, നല്ല രീതിയിലുള്ള തോട്ട്സും കാര്യങ്ങളും. നമ്മുടെ പാരന്റ്സിന്റെ ഇപ്പൊ നമ്മൾ റെഡിയായോ? ഓക്കെ. പിന്നെ നമ്മളിപ്പോ നേരത്തെ ഫസ്റ്റിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മളെ പാരന്റ്സ് നമ്മളോട് ബിഹേവ് ചെയ്ത കാര്യങ്ങളും പലതും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പൊ എന്താ സംഭവിച്ചാല് ഇതൊരു ഹെറിഡിറ്ററി, ഒരു ജനറേഷനിലേക്ക് വരും ഇത്. കാരണം
ഒരു കുട്ടി ചെറുപ്പത്തിൽ നിന്ന് കാണുന്ന കാര്യങ്ങൾ, അവരെ പേരൻസ് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, ആ കുട്ടി സമയത്ത് ചെയ്യും അതേ ആ പേരന്റ് കാണിച്ചെന്ന അതേ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അവര് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഇതേപോലെ അതിങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ ഇതിങ്ങനെ മുന്നോട്ട് പെട്ടെന്ന് ചില ഫാമിലി കാണല്ലേ, ഒരുവിധ ആൾക്കാരും ആ ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. ആ കുടുംബത്തിലേക്ക് പോകേണ്ട പോലെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, പൊട്ടിത്തെറിക്കുക എന്ന രീതിയിലുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവർ വളർന്നു വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും അവർ പോയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടുമാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. ആ ദേഷ്യം പിടിക്കൽ മാത്രമല്ല കേട്ടോ, ചില ആളുകൾ ഉണ്ടാവും പെട്ടെന്ന് കരയും. എല്ലാവരും എല്ലാം ചില കുടുംബത്തിലെ ചില ആൾക്കാരൊക്കെ കാണാനുണ്ട്, പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ തന്നെ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ കരയും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ലൈഫിൽ ഇപ്പം പാരൻസിന്റെ ഇപ്പം ഇതിൽ പറയുന്നത് എന്താ അറിയോ, ഡു നോട്ട് ബ്ലെയിം അവർ, വി ഓൾ ആർ വിക്ടിംസ് ഓഫ് വിക്ടിംസ്. ദാറ്റ് മീൻസ് നമ്മൾ പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടർന്ന് വന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ആ പേരൻസ് നമ്മളോട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല രീതിയിൽ അവരെ പേരൻസ് മൈൻഡിന് സമാധാനത്തോടു കൂടി അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് വളർത്തിയിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ ആ പേരൻസ് അവരെ മക്കളോട്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങളെ പേരൻസ് ഓരോരുത്തർ, ഇപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരുടെയും പേരൻസ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, നല്ല കൂടി ജീവിച്ചു വളർന്ന പാരൻസ് നിങ്ങള് ഫാമിലി പോകുമ്പോ തന്നെ ആ ഒരു ഒത്തുമയും കാര്യം കേൾക്കുന്നില്ല. നന്നായിട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വീഡിയോ ഓഫ് ചെയ്ത് കുറച്ചും കൂടി വോയിസ് ക്ലിയർ ആയിരിക്കൂലേ? ആ നോക്കട്ടെ. നല്ല രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ട്. എന്തായിരുന്നു ഇപ്പൊ ക്ലിയർ ആയി? ഇപ്പൊ ഓക്കെ ആയോ? ആ. ഓക്കെ. അപ്പം നമ്മള് വീഡിയോ ഓഫാക്കി സംസാരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമോ? ഇപ്പൊ കിട്ടുന്നുണ്ട്. ഓക്കെ ആണല്ലേ? ഓക്കെ. അതെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് സിസ്റ്ററും വൈഫും ഒക്കെ സിനിമ കാണുക കഴിഞ്ഞ ചിലപ്പോ ലാപ്പിലൊക്കെ എല്ലാവരും കൂടി എന്റെ വൈ ഊറ്റിയെടുക്കാന്ന് തോന്നുന്നു. ആവശ്യം ഇന്നലെ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വൈഫൈ ഉപയോഗിക്കില്ല കുറച്ചു നേരം ഒന്ന്. ഏതായാലും നമ്മള് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് ഒറ്റ മിനിറ്റ്, ഞാൻ ആ സ്ലൈഡിൽ ഫോർഗിവ്നെസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അടുത്തത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇന്ന് പറയണ്ട, അത് കുറച്ച് വലിയ ടോപ്പിക്. നമുക്ക് ഫോർഗിവ്നെസ് തന്നെ ഒന്ന് നല്ല രീതിയിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. എന്നിട്ട് അതൊന്ന് കറക്റ്റ് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് നാളെ ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കാം. നാളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാലോ. അപ്പോ എന്താണ് നമ്മളെ ഉദ്ദേശം എന്ന് വെച്ചാല്, നമ്മൾ ഇതുവരെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നാല് സൈഡിലായിട്ട് നമ്മൾ ഫോർഗിവ്നെസ് ചെയ്യണം. ഫോർഗിവ്നെസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആരോടും പോയി പറയുകയും ഒന്നും വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയില്ലേ, നമ്മളൊരു ബുക്കിൽ, ആ ബുക്ക് ഇപ്പൊ എല്ലാവരും ഉണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിയോ? നമ്മളെ ഗോൾ സെറ്റിംഗ് ഒക്കെ എഴുതി വെച്ച ബുക്ക്? ഇല്ല, ബുക്കുണ്ട്. അതൊന്നും പേപ്പറിൽ എഴുതി കത്തിച്ചാലിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ നമുക്ക് മുന്നോട്ട് ആവശ്യമുള്ളതാണ്. എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ അത്? ആ, ഉണ്ട്. ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ട്. അപ്പൊ ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള 4 സെക്ടറിലും നമ്മൾ ഫോർഗിവ്നെസ് എഴുതാൻ പോവാണ്. ഒന്നെന്താണ്, നമ്മൾ മറ്റുള്ളവരോട് ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്തത്. ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച സമയത്ത് അധികം ആൾക്കാർ അതാണല്ലോ ഫസ്റ്റ് കണക്ട് ആയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവർ നമ്മളോട് ചെയ്ത പാപങ്ങൾ അതെങ്ങനെ എഴുതണമെന്ന് വെച്ചാല്, ഈ ആൾ ABC എന്ന ആൾ എന്നെ ദ്രോഹിച്ചതിന് അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതിന് അല്ലെങ്കിൽ ചെയ്തത് അതിന്
ഞാൻ അവന് മാപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പ്രസന്റ് ടെൻസിൽ എഴുതണം. നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു പ്രസന്റ് ടെൻസിലാക്കി എഴുതണം എന്ന്. ഇതേപോലെ പുറത്തു കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ, അതേപോലെ നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പല കാര്യങ്ങളും. നമുക്ക് ചില സമയത്ത് തോന്നും ഞാനൊരു തെറ്റും ചെയ്യില്ലല്ലോ എന്നൊക്കെ തോന്നും. ഞാൻ നല്ലോണം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഒരുപാട് ആൾക്കാരെ കളിയാക്കിയിട്ടും വെറുപ്പിച്ചിട്ടും വേദനിപ്പിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ലവ് ഫെയിലിയറും ഫാമിലി ഇഷ്യൂസും പലതും ഉണ്ടാവും. അപ്പം അവരിപ്പോ നമ്മളോട് ചില ആളുകൾ നമ്മളോട് ചെയ്തത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവൂ. പക്ഷെ അവരോട് നമ്മൾ തിരിച്ചും കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവരെ കുറ്റം പറഞ്ഞതും അല്ലെങ്കിൽ ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടതും അവരെ പറ്റി പല ആളുകളോടും പോയിട്ട് അവൻ എന്നോട് ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ ചെയ്ത് പറഞ്ഞ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ആളുകളോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. അവൻ ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട ആളാണ്. ഒരാളിപ്പോ മോശമുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ പറ്റി നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലുമായിട്ട് വലിയ കണക്ഷൻ ഒന്നുണ്ടല്ലോ, പക്ഷെ എന്നാലും നമ്മൾ പറ്റി ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ മനസ്സ് നമ്മളെടുത്ത് ഒഴിവാക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ മനസ്സ് വൃത്തിയുള്ള ഒരു മനസ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹൃദയത്തിലേക്ക് ഒരു ചൈൽഡ് ലൈക്ക് ഹൃദയത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളും വരുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ഹാർട്ടും നമ്മുടെ ബ്രെയിനും ഒക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നമ്മൾ അണ്ടർ കൺട്രോൾ, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ മാത്രം തീരുമാനിക്കുന്ന രീതിയിലേക്ക് ആര് വന്നാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റരുത്. മീൻസ് ഒരു ചീത്ത കാര്യത്തിലേക്കോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും മറ്റൊരാളെ കയ്യിൽ നമ്മൾ കൺട്രോൾ കൊടുക്കാതെ സ്വയം തന്നെ കൺട്രോൾ ചെയ്യാൻ, സെൽഫ് കൺട്രോളിന്റെ ഹയർ ഒരു സെൽഫിലേക്ക് എത്തിക്കൊണ്ട് നമ്മൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, നമ്മൾ മറ്റുള്ളവരോട് ചെയ്തത്, മറ്റുള്ളവർ നമ്മളോട് ചെയ്തത്, അതേപോലെ നമ്മളെപ്പറ്റി, ഞാൻ എന്നെ പറ്റി ഇങ്ങനെ ദോഷം പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഈ ജീവിതത്തിൽ നടന്നിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഇതെന്നെ വീണ്ടും വീണ്ടും ആലോചിച്ച് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ ദൈവവിശ്വാസ പ്രകാരം ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ പലതും ഞാൻ ചെയ്യാത്തതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വരും. അത് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഉണ്ടാവുക. ഇത്രയും വർഷങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും മേജറായിട്ട് കുറെ സംഭവങ്ങളും ഉണ്ടാവും. പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ 4 ടൈപ്പിൽ ആലോചിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതുക. അത് ഒരു ദിവസം മാത്രമല്ല ഞാൻ തരുന്നത്, നാളത്തേക്ക് കഴിയുന്നിടത്തോളം മാക്സിമം മനസ്സിലുള്ള ദോഷം എങ്ങനെ ഉള്ള ആളുകളോട് മാപ്പ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് നാളെ സെഷന്റെ മുന്നേ എടുത്തിട്ട് കത്തിച്ചാളാ. ഞാൻ വിചാരിക്കണ്ട ഇദ്ദേഹത്തെ അവൻ പറയുന്നില്ല, എന്തോ ഹോമം ചെയ്യാനാണോ പൂജ ചെയ്യാനാണോ ചിന്തിക്കുന്നുണ്ടോ? ഒന്നല്ല കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളെ മനസ്സ് എന്താണ്, നമ്മൾ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മളെ മനസ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ, നമുക്ക് 5 സെൻസസ് ഉള്ളത്. സെൻസസ് എന്ന് പറയുമ്പോൾ എന്താ, പഞ്ചേന്ദ്രിയങ്ങളോ എന്താ പറയണ്ടേ, കാണാനും കേൾക്കാനും സ്മെല് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ടച്ച് ചെയ്യാനും ഈ 5 കഴിവുകളും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ. ഈ സെൻസസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഫീലിങ്ങുകളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതേപോലെ നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മനസ്സിനടുത്ത് ഒഴിവാക്കി എന്ന് പറയാനുള്ളൊരു വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കത്തിക്കാൻ പറയുന്നത്. ഒരു ദിവസം കത്തിച്ചോണ്ട് മാത്രം അത് മനസ്സിനടുത്ത് പോയി പോകുന്നില്ല. ആ ചിന്ത മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ പിന്നെയും വരികയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളിനി ഫോർഗീവ്നെസ് ജേർണൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി നാളത്തെ ഒറ്റൊരു പ്രാവശ്യം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ടൊന്ന് കത്തിക്കുക. പെട്ടെന്ന് മേജറായിട്ട് മനസ്സിൽ വന്നിട്ടുള്ള ദോഷങ്ങൾ,
നമ്മൾ നമ്മളെ ശരീരത്തിനോട് ചെയ്തിട്ടുള്ള ദോഷങ്ങൾ ഓരോരുത്തർക്കും അറിയാലോ. അപ്പൊ അതേപോലെ മറ്റുള്ളവരോട് ചെയ്തതും മറ്റുള്ളവർ നമ്മളോട് ചെയ്തതും ദൈവത്തിന്റെ ഭാഗത്ത് ഉള്ള കാര്യങ്ങൾ ചെയ്യാത്തതിലൊക്കെ അതൊന്ന് എഴുതി നമ്മളെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ആ പേപ്പർ എടുത്ത് കത്തിച്ചാള്. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാല് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നമ്മളെ ലൈഫിൽ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഫോർഗിവ്നെസ് എഴുതേണ്ടത് ഉള്ളതെന്ന് ആലോചിക്കുക. നമ്മൾ എന്തൊക്കെ പാപങ്ങളാണ് ഡെയിലി ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ആലോചിക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ആ കാര്യങ്ങളൊന്ന് എഴുതി, ഞാൻ ഇങ്ങനെ അവനെന്നെ കളിയാക്കിയതിനുള്ള വിഷമം ഞാൻ അവന് മാപ്പ് കൊടുക്കുന്നു, അതേപോലെ ഞാൻ അവനെ എന്തെങ്കിലും ദ്രോഹിച്ച് ചതിച്ച് അല്ലെങ്കിൽ അവനെ പറ്റി കുറ്റം പറഞ്ഞതിൽ ഞാൻ അവനോട് മാപ്പ് ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ക്ലിയർ ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നാളത്തേക്ക് എല്ലാവരും സെഷന്റെ മുന്നേ ഒറ്റൊരു പ്രാവശ്യം ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട്, നാളെ ചില ആളുകൾക്കൊക്കെ ലീവുള്ളതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പം ലീവുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിലും കുറച്ചൊരു സമയം കണ്ടെത്തിയിട്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട്, ഇപ്പം വീട്ടിൽ നിന്നൊക്കെ എന്തോ പറയുമെന്നൊന്നും ചിന്തിക്കേണ്ട, നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുക. അതൊന്ന് മനസ്സിൽ നിന്നെടുത്ത് ഒഴിവാക്കി നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു ഈ ഫോർഗിവ്നെസ് കൊണ്ടുള്ള. അപ്പോൾ നമ്മുടെ യുണീക്നെസ്സിലേക്ക് എത്തുക എന്നുള്ള മെയിൻ ഫാക്ടറിന്റെ കൂടെ തന്നെ ഈ ഒരുപാട് ബെനിഫിറ്റ്സും നമ്മുടെ ലൈഫിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഒരുപാട് ബന്ധങ്ങളിൽ ഊട്ടുറപ്പും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മേജർ ഫാക്ടറാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോരുത്തരും ഈ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക നാളത്തെ സെഷന്റെ മുന്നേ. പിന്നെ അതൊരു ഡെയിലി പ്രാക്ടീസ് ആയിട്ട് ഡെയിലി ചെയ്യേണ്ട ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ രാത്രി എല്ലാ ദിവസവും പോയി കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒറ്റൊരു പ്രാവശ്യം കത്തിച്ചാൽ മതി. എന്നിട്ടും എന്തെങ്കിലും കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അത് മാത്രം വീണ്ടും വീണ്ടും എഴുതിയിട്ട്, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിന് തീരെ പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ട് ഒരു 21 പ്രാവശ്യമെങ്കിലും മിനിമം അതിങ്ങനെ എഴുതുക. ഞാൻ ഇന്ന ആളിനോട് ചെയ്ത പാപത്തിന് ഞാൻ മാപ്പ് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്തതിന് ഞാൻ മാപ്പ് ഇങ്ങനെ എഴുതിയിട്ട് അത് കത്തിച്ചാടാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം കൂടുതൽ വീണ്ടും വീണ്ടും മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം ഉണ്ടെങ്കിലാണ് അത്. അല്ലാതെ ഈ കാര്യങ്ങൾ അല്ലാതെ തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു പ്രാവശ്യം കത്തിച്ചിട്ട് പിന്നെ ഡെയിലി എല്ലാ രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ കാര്യം ഒന്ന് എഴുതിയാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് അടുത്ത സെഷൻ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കും. നമ്മൾ എന്തിനാണ് ഈ പോയിന്റുകൾ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. സത്യം പറഞ്ഞാല് നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. ആരും ഇവിടെ അനങ്ങുന്നില്ല. എന്റെ ഫേസ് മാത്രമേ ഇവിടെ അനങ്ങുന്നുള്ളൂ. എന്റെ ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. അപ്പം ആർക്കെങ്കിലും ഇന്നത്തെ സെഷനെ പറ്റി അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ടേക്ക് അവേസ് കിട്ടിയിട്ടുണ്ടോ, എന്താ കാര്യങ്ങൾ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുമോ ഓരോരുത്തരും? ഞാനൊരു കാര്യം ഇല്ലേ, കൂട്ടിച്ചേർക്കട്ടെ. ആരോ എന്തോ പറയാൻ വന്നോ? ഞാന് ഈ 4ാമത്തെ പോയിന്റ് അത് എങ്ങനെയാണ്, അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ദൈവത്തിന്റെ അതായത് നമ്മളെ ദൈവത്തിനോട് ചെയ്തതിന് എന്നുള്ള അല്ലല്ല, അത് ഞാൻ ഉദ്ദേശിച്ചത് ഓരോരുത്തർക്കും ഓരോ ദൈവവിശ്വാസം ഉണ്ടാവുമല്ലോ. വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പം നമ്മൾ വിശ്വസിക്കുന്ന റിലീജിയസ് പ്രകാരം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പം ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നതും ഡെയിലി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും എന്നുള്ള രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒക്കെ അതിലുണ്ടാവും. അപ്പൊ അങ്ങനത്തതൊക്കെ നമ്മൾ ഡിഫോൾട്ട് വരുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം നമ്മളെ പാരന്റ്സിനോട് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മളെ പാരന്റ്സിനോട് നമ്മൾ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ നമ്മളെ റിലീജിയൻ പ്രകാരവും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അതൊക്കെ നമ്മൾ ഹലോ സ്റ്റക്കായി. ഇല്ലല്ലോ. ചെക്കായോ?
ക്ലിയർ ആണല്ലോ? അത് ഇല്ലല്ല, വോയിസ് ക്ലിയർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കാം കേൾക്കാം. ഓക്കെ. അതൊക്കെ നമ്മള് അതും കൂടെ നമ്മള് നമ്മുടെ ലൈഫില് വന്നിട്ടുള്ള ഒരു അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങളെ മൈൻഡിൽ ഇപ്പൊ അങ്ങനെ ഒരു ദൈവവിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ, ദൈവം എന്നല്ല, നിങ്ങൾ വേറെ എന്ത് ടൈപ്പ് ഓഫ് വിശ്വാസത്തിലാണോ ഉള്ളത്, ആ വിശ്വാസപ്രകാരം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് എഴുതാനാ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള 3 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെ ഫീഡ്ബാക്കോ കാര്യങ്ങൾ നിങ്ങൾ എന്തോന്ന് ആഡ് ചെയ്യാൻ വന്നാലോ ഫൈറൂസ മാം? ആ പറഞ്ഞോളൂ. ആ ഞാൻ വിട്ടുപോയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ. അല്ല, വിട്ടുപോയതല്ല. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കാര്യങ്ങൾ, ഒന്നാമത്തത് സെൽഫിലുള്ള ഫോർഗിവ്നെസ് പറഞ്ഞു, രണ്ടാമത്തത് അതർ, വേറെ ആൾക്ക് നമ്മള് ഫോർഗിവ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വാങ്ങേണ്ടത്, ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ 1 വീക്ക് സമയം അല്ലെങ്കിൽ ഒരു 3 days നിങ്ങൾ ഒറ്റ കാര്യത്തിന് ഫോക്കസ് ചെയ്യുക. എല്ലാം കൂടെ മിക്സ്ഡ് ആക്കാതെ എന്ത് ചെയ്യുക, ഒറ്റ കാര്യത്തിന് ഫോക്കസ് ചെയ്യുക. അതായത് ആ 3 ദിവസം സെൽഫിന് വേണ്ടി മാത്രം കൊടുക്കുക. നമ്മളിപ്പോ ഞാൻ എഴുതുകയാണെങ്കിൽ ഡിയർ ഫയറോ, ചില ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ താഴ്ത്തി പറയാറുണ്ട്. എനിക്കറിയാം ഞാൻ അങ്ങനെ പറയരുത്, നിങ്ങൾക്ക് അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്നല്ല എനിക്കറിയാം, എന്നാലും സംസാരിക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ട് വന്നു പോകുന്നു. ഐ എം സോറി, അങ്ങനെ പറഞ്ഞ ഞാൻ സോറി പറയുന്നത്, പ്ലീസ് ഫോർഗിവ് മീ, ഇനി ഞാൻ എന്ത് ചെയ്യില്ല, അങ്ങനെ ആവർത്തിക്കില്ല, ഐ താങ്ക് യു. ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞിട്ട് കൂടെ നീ എന്റെ അടുത്ത് ഇപ്പോഴും ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ സ്വയം അത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ആ ഫീൽ ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ എഴുതിയിട്ടിരുന്ന കൊണ്ട് കാര്യമില്ല. പകരം ഐ ആം സോറി പറയുമ്പോൾ ആ സോറിന്റെ ഫീൽ ഉണ്ടാവണം. ഫോർഗിവ് മീ, എനിക്കൊന്ന് ക്ഷമിച്ചു തരണം അല്ലെങ്കിൽ എന്നോട് ഒന്ന് പൊരുത്തപ്പെട്ട് തരണം എന്ന് പറയുമ്പോൾ ആ ഫീൽ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യാം, ആ ലെറ്റർ പിടിച്ച് കത്തിക്കുക. ഞാനിപ്പോ ഹോസ്റ്റലാണെങ്കിൽ കൂടെ അഫ്സൽക്ക് പറഞ്ഞ എന്നും കത്തിക്കണ്ട, പക്ഷെ ഞാൻ കത്തിക്കാറുണ്ട്. ഞാൻ പൊഴുതു വാങ്ങിയിട്ട് ഇവിടെ പുറത്തിങ്ങനെ പിടിച്ചിട്ട് കത്തിക്കും. അത് ചെയ്യുന്ന സമയത്ത് എന്തോ അതിങ്ങനെ കത്തി പോകുന്ന സമയത്ത് ഒരു സമാധാനം. ദിവസം നമ്മൾ ചെയ്ത കാര്യങ്ങൾ പോവാണല്ലോ, അപ്പൊ നമ്മൾ ഭയങ്കര എല്ലാം വൃത്തിയായി നല്ല ക്ലീൻ ആയിട്ടാണ് ഉറങ്ങുന്നുള്ള സ്വയം ഒരു തോന്നലുണ്ടാവും. അപ്പൊ ഞാൻ അത് ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് അത് 3 ദിവസം 7 ദിവസമെങ്കിലും നമ്മൾ നമ്മളെ സെൽഫിന് കൊടുക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഫീൽ ആണ് എന്ത്, ഓക്കെ, ഞാൻ ഇപ്പൊ എന്റെ റിലേഷനായിട്ട് നല്ല റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ ഇനി ആളുകളോട് സംസാരിക്കും, എന്റെ നെഗറ്റീവ് ഞാൻ പരമാവധി പറയാതിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ നന്നായിട്ടേ പറയുള്ളൂ എന്നുള്ള രൂപത്തിൽ നമ്മൾ തന്നെ മാറ്റിയെടുക്കാം. എന്നിട്ട് അടുത്ത നെക്സ്റ്റ് ടൈം ഒരു 3 days or 7 days ഫോർ എന്തിനു കൊടുക്കുക, ആരോടെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം എഴുതാം. അത് എപ്പോഴാണോ ക്ലിയർ ആയെന്ന് നമുക്ക് തോന്നുക, നമ്മളിപ്പോ ഇങ്ങനെ എഴുതി ആരെങ്കിലും നമ്മളെ എന്തോ കുറ്റം പറഞ്ഞു, നമ്മൾ അത് എഴുതി, ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, അത് ഐ ആം സോറി, ഐ ഫോർഗിവ് യു, ഞാൻ നിങ്ങൾക്ക് ഫോർഗിവ് ചെയ്ത് തന്നിരിക്കുന്നു, ഐ താങ്ക് യു, ഞാൻ നിങ്ങളിൽ നിന്ന് എനിക്കൊരു പാഠം കിട്ടി, നിങ്ങളെ പോലെ ആകാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത്. എന്നിട്ട് അറിയാം, ഐ ലവ് യു. അയാളെ നമ്മൾ കൂട്ടിപ്പിടിക്കണം എന്നൊന്നുമില്ല, പക്ഷെ എന്റെ ദേഷ്യത്തോടല്ല നമ്മൾ അയാളെ പിരിച്ചുവിടുന്നത്, പകരം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, ആ സ്നേഹത്തിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇനി ലൈഫ് ലോങ് ഇനി വേദനിപ്പിച്ചതാണെങ്കിൽ കൂടെ ഇനി ലൈഫിലേക്ക് കൊണ്ടുവന്നു എന്നൊന്നും വേണ്ട, ഒരു ദേഷ്യമില്ലാതെ ഒരു തരം സ്നേഹത്തോടു കൂടെ നമുക്കത് എൻഡ് ചെയ്യാം. പിന്നീടും അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ക്ലിയർ ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് എന്നെ ഒരാൾ ഇപ്പൊ ചീത്ത പറഞ്ഞു, ഞാൻ അയാൾക്ക് ഫോർഗിവ്നെസ് എഴുതി, എന്നിട്ട് ഞാൻ കത്തിച്ചു, എന്നിട്ടും ഞാൻ ആലോചിക്കുമ്പോ എന്നാലും ഓൻ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള തോട്ട് വരികയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ടില്ല, അത് ഇപ്പോഴും സ്റ്റിൽ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. പകരം വീണ്ടും എഴുതുക, എപ്പോഴാണോ നമുക്ക് ഇനിയിപ്പോ എന്തേലും ആവട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ബാധിക്കുന്ന കാര്യേ അല്ലാന്ന് തോന്നുന്നത് എപ്പോഴാണോ, അപ്പോഴാണ് ആ സംഭവം ക്ലിയർ ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ടൈം കൊടുത്ത്, ഇനി ആരോടെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു ഉദാഹരണം എത്രയാണെങ്കിലും നമ്മൾക്ക് ചിലപ്പോ ഇതൊക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കോ എന്നുള്ളൊരു ചെറിയ ഡൗട്ട് നമുക്ക് വരായിരിക്കും. ഇതേപോലെ നിങ്ങളെ പോലെ ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊക്കെ സംഭവിക്കോ അങ്ങനെ.
അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കുട്ടിത്തകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് എന്തെങ്കിലും പറയണം എന്നൊക്കെ തോന്നുമ്പോൾ ഓൺ ദി സ്പോട്ടിൽ കവിത എഴുതിയിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള കുട്ടികൾക്ക് പാസ് ചെയ്യും. അപ്പൊ ആ കുറ്റായിരിക്കും ചിലപ്പോ പോലെ പെട്ട് എന്തെങ്കിലും കമന്റ് പറയുന്ന കവിത ആയിരിക്കും. പക്ഷെ ടീച്ചേഴ്സിനെ വായിച്ചാൽ അത് കറക്റ്റ് പെട്ടെന്ന് ഓടണമെന്നില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം കവിത എഴുതി അയച്ചു. പക്ഷെ ടീച്ചറെ പറ്റിയിട്ടല്ലായിരുന്നു അയച്ചത്. പക്ഷെ ടീച്ചർ പറഞ്ഞു ടീച്ചറെ പറ്റിയാണെന്ന് പറഞ്ഞു. ഭയങ്കര ഒച്ചപ്പാടായി, ബഹളായി. പ്രിൻസിപ്പൾ വന്നു. ടീച്ചേഴ്സ് എല്ലാരും കൂടി സംസാരിക്കുമ്പോ എന്റെ ഭാഗത്തായിരുന്നു ശരി. പക്ഷെ അവരെല്ലാരും എന്ത് ചെയ്തു, ടീച്ചറിനെ സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് അത് ഇപ്പോഴില്ല, പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ അതിങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ടീച്ചേഴ്സിനൊക്കെ എഴുതേണ്ട അതെന്റെ മനസ്സിൽ വീണ്ടും വന്ന സമയത്ത്, അതായത് ആലോചിക്കുമ്പോൾ എന്നാലും ടീച്ചേഴ്സ് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കേണ്ടിയിരുന്നു എന്നുള്ള തോട്ട് ഇങ്ങനെ വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഫോർഗിവ് ചെയ്തു. അപ്പൊ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ PG കഴിഞ്ഞു 1 ഇയർ ജോബ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഞാൻ എഴുതുന്നത്. അപ്രതീക്ഷിതമായിട്ട് അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചർ എനിക്ക് മെസ്സേജ് ചെയ്യാണ്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, അന്നൊന്നല്ല, കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ടീച്ചർ എനിക്ക് മെസ്സേജ് ചെയ്തു, ഓർമ്മയുണ്ടോ, ഞാൻ നിന്നെ പഠിപ്പിച്ച ടീച്ചറാണ്, പിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു സജഷൻസ് പറയാനുണ്ടോ എന്റെ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട്, പിന്നെ ഞാൻ ചെയ്തു പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ നിങ്ങൾ ഉംറക്കെങ്ങനെ പോകുകയാണോ, ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തോ ഉംറക്കെങ്ങനെ പോകുകയാണോ? അപ്പൊ പറഞ്ഞ അല്ല, നിനക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യണം എന്ന് തോന്നി. അപ്പോഴാണ് എനിക്ക് കത്താൻ തുടങ്ങിയത്. കാരണം മുമ്പുള്ള ദിവസം ഞാനിങ്ങനെ എഴുതുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ എഴുതി അത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോടും ഈ പറയണമെന്നില്ല യഥാർത്ഥത്തില്. പകരം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോ തന്നെ അവർക്ക് എന്ത് ചെയ്യും, അതിന്റെ വൈബ്രേഷൻ കിട്ടിക്കോളും. ചിലപ്പോ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയേണ്ടി വരും, അല്ലെങ്കിൽ ചില ആളുകളോട് നമുക്ക് പറഞ്ഞാൽ തന്നെ തരും. അപ്പൊ റൂട്ട് മെയിൻ ആയിട്ട് ക്ലിയർ ചെയ്യണം. റൂട്ട് ക്ലിയർ ചെയ്യാണ്ട് ഒരൊറ്റ മരവും എന്ത് ചെയ്യുന്നില്ല, വളരുന്നില്ല, കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല. ആ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് ആണ്. പാരന്റ്സിന്റെ കാര്യം മെയിൻ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ദിവസം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ട തന്നെ വരും. അവർക്ക് വേണ്ടി മാത്രമേ നമുക്ക് ദിവസം വേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യുന്നു, എഴുതി തലേതിന് പകരം എന്റെ ഉമ്മന്റെ ഉപ്പന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇന്ന കാര്യം പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനൊക്കെ കരുതിയിരുന്നു, മറ്റു ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മ കരഞ്ഞു. അതോടുകൂടി എന്ത് ചെയ്ത്, ഞാനും ക്ലിയർ ആയി, ഉമ്മയും ക്ലിയർ ആയി. അതിനുശേഷം നമുക്ക് ഒരു ബന്ധം ഒന്നുകൂടെ ഒരു ഊഷ്മളമായതുപോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ റൂട്ട് എന്തായാലും ക്ലിയർ ചെയ്യണം. സെൽഫിന്റെ കാര്യം സെൽഫ് ഇമ്പോർട്ടന്റ് ആണ്. ശേഷം റൂട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, വാങ്ങുക, ബിരുദവിടൊക്കെ ചെയ്യുക. ഇങ്ങനെ കൊണ്ടുപോയാൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നതാണ്. പിന്നെ അഫ്സൽ സർ പറഞ്ഞതുപോലെ ഡെയിലി നിങ്ങൾ കത്തിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചോളൂ. പക്ഷെ ഓരോ ദിവസം കത്തിക്കുമ്പോഴില്ലേ, അതങ്ങോട്ട് തീരാണ്, അതങ്ങോട്ട് ചാരായിട്ട് പിന്നെ നമുക്ക് ഒരിക്കലും പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് നശിച്ചു എന്നുള്ള തോട്ടന ഉണ്ടാവുക. ഒരു ഫ്രഷ്നെസ്, ഒരു സമാധാനോ അത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂട്ടിച്ചേർക്കണം തോന്നി. ഇനി അഫ്സൽ സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതല്ല നിങ്ങള് സമയത്താണ് ഇതേപോലെ ഞാന് +1 പഠിക്കുന്ന സമയത്ത് MES രാജ്യം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള സ്കൂളാവുന്നത്. ഒരു മാത്സിന്റെ ടീച്ചർ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ ശരിക്ക് അവിടെ ഹോസ്റ്റലായിരുന്നു പഠിച്ചത്. അപ്പം എക്സാമിനോട് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റഡി ലീവ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുകയാണ്. ക്ലാസ്സിൽ ഓരോ സമയം ഉണ്ടാവും നമ്മൾ പഠിക്കാൻ ഇരിക്കേണ്ട സമയം. അപ്പോൾ ഹോസ്റ്റലിലാകുമ്പോൾ സ്കൂളിലെ ക്ലാസ്സുകളിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ടിനോട് എന്തോ ഒരു ഡൗട്ട് ചോദിച്ചതാണ്. നോർമൽ എന്തോ ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അപ്പം ആ സമയത്ത് മാത്സിന്റെ ടീച്ചർ തന്നെയാണ് ക്ലാസ്സിലുള്ളത്, ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ടീച്ചർ എന്നോട് മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി വെച്ചാൽ പരീക്ഷ 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ പരീക്ഷയാണ് മാത്സിന്റെ. അപ്പം അത് ഞാൻ കുറെ പറഞ്ഞു നോക്കി, മാം ഞാൻ കാര്യം തന്നെ ചോദിച്ചതാണ്, അല്ലാതെ ഞാൻ വെറുതെ തമാശ പറഞ്ഞതൊന്നും അല്ല. ക്ഷേമത്ര ഒന്നും കേട്ടില്ല. അങ്ങനെ മാം എൻ്റെ ബുക്ക് എടുത്തു വെച്ചു. വെറുതെ പറഞ്ഞാൽ ഞാൻ ആ വർഷം എൻ്റെ +1 മാത്സ് എക്സാം എഴുതിയില്ല. ആ മാമിനോടുള്ള ദേഷ്യമുണ്ട്. എന്താ സംഭവിച്ചത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ സയൻസ് ആയിരുന്നു ആദ്യം എടുത്തത്.
അതിൽ ഫെയിലായി. പിന്നെ ഞാൻ മാത്സ് എക്സാം എഴുതാൻ തന്നെ മൂടില്ലാണ്ടായി, എല്ലാം കൂടി പ്രാന്തായി, തലവിലായി. പിന്നെ അവസാനം പക്ഷെ അതും ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഫോറിഗ്യൂനസ് കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ആ മാം എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച്, റസീന മാം എന്ന പേര്, മാം എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് അല്ല എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തോന്നുന്നു, ബർത്ത്ഡേ എനിക്ക് മെസ്സേജ് അയച്ച് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. ഇന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നല്ലോ. അപ്പം അത് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പുറത്ത് തരണേ എന്നുള്ള രീതിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ ആകെ ഷോക്കായി. ഇതെങ്ങനെ മാമിന് ഇപ്പോഴും ഓർമ്മ ഉണ്ടോ ആ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ അതൊക്കെ നല്ലതിനായിരുന്നു നടന്നു കേട്ടോ. ഞാൻ അന്ന് മാത്സിൽ ഞാൻ എക്സാം എഴുതാതെ +1 സയൻസിൽ ഫെയിൽ ആയെങ്കിൽ പോലും സെയിം സ്കൂളിൽ തന്നെ ഞാൻ ജൂനിയേഴ്സിന്റെ കൂടെ കൊമേഴ്സ് പഠിച്ച് +1ഉം +2ഉം. എന്നിട്ട് ക്ലാസ്സിലെ 3rd ആയിരുന്നു. ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റില് ടോപ്പറൊക്കെ ആയിരുന്നു സ്കൂൾ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ അബ്ദുറബ്ബ് എന്ന് പറഞ്ഞ ആളായിരുന്നു അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവിടുത്തെ കേരള. അപ്പോൾ അവര് സ്കൂളിൽ വന്ന സമയത്ത് അവരെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പ്രിൻസിപ്പൾ അത് ഇപ്പോഴും പറയും, ഒരാൾക്ക് കഴിയാത്ത ഇപ്പം എനിക്ക് സയൻസ് വലിയ താല്പര്യത്തോടല്ലെങ്കിലും കൊമേഴ്സിലെത്തിയപ്പം ഈ ഒരാള് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങി ഇപ്പം ക്ലാസ്സിലെ ടോപ്പറിൽ ഇതൊക്കെ വന്നതൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അല്ല ഞാനിപ്പോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഓർത്തതാണ് ആ മാമിന്റെ കാര്യം, ഫോർഗീവ്നെസിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളെ മൈൻഡിൽ നിന്ന് ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് വിഷമവും ദേഷ്യമുള്ള ആളുകൾ വരെ അവരെ മനസ്സിലും ഈ ഒരു തോട്ട് വരും. മനസ്സിൽ അത് അങ്ങനെ ഒരു സംഭവം അത് പുറത്തു കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചേക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ ജസ്റ്റ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താണ്. ഇത് നടക്കും എന്നുള്ള കാര്യം, നടക്കുന്നത് നമ്മള് മാപ്പ് തരിക മാപ്പ് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല. നമ്മളിപ്പം ഇപ്പം സ്പിരിച്വൽ ലെവൽ പറഞ്ഞാൽ സമ്മതിക്കാതെ ചിലപ്പം എന്തെങ്കിലും പറയാറില്ല, എന്നാലും ഞാൻ പറയാണ്. സ്പിരിച്വൽ ലെവൽ പറയുകയാണെങ്കിലും നമ്മള് മരിക്കുന്ന സമയത്ത് ഒരു ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കുന്ന ആളുകളോടാട്ടെ ഞാൻ പറഞ്ഞത്, ഒരു മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കാണ് ദൈവം നോക്കുക. ഇപ്പം എല്ലാരും പറയില്ല നമ്മളെ ദൈവം ശരിക്കും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. ആ മനസ്സിൽ ദേഷ്യവും വെറുപ്പും കിബിറും അഹങ്കാരവും എന്നുള്ള ആൾക്കാർക്ക് പാരഡൈസ് അല്ലെങ്കിൽ സ്വർഗം എന്നുള്ള സംഭവം നിഷേധിക്കപ്പെട്ടിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു വന്നപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ഫോർഗിവ്നെസ് എന്നുള്ള സംഭവം എല്ലാ തലത്തിലും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞതാണ്. അതിൽ വിശ്വാസമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്യാൻ ജസ്റ്റ് പറഞ്ഞതേ. അപ്പൊ ഏതായാലും നാളത്തേക്ക് ഈ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പോൾ രണ്ടാളും പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കട്ടോ ബാക്കിയുള്ളവരും. അതേപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാം. എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ വന്ന എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ചോദിക്കട്ടെ? പറഞ്ഞോളൂ. അതായത് നമ്മളിപ്പോ ഒരാള് ഫോർഗീവ്നെസ് ചെയ്ത് നമ്മളോട് ഒരാൾ ചെയ്താണ്. അപ്പൊ അത് പല മേഖലയിലായി, ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അദ്ദേഹമായിട്ട് വീണ്ടും നമ്മള് ഒരു ഒരു ബന്ധം ഉണ്ടാവുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും ഇതേ പരിപാടി ചെയ്ത് എന്ത് ചെയ്യും ആസ് എ പേഴ്സൺ? വീണ്ടും അത് ചെയ്യുകയാണെങ്കിലോ? അതെ അതെ, നമ്മളിപ്പോ നമ്മളെ വേണ്ടി ഫോർഗീവ്നെസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മനുഷ്യർക്ക് പുറത്തു കൊടുക്കുന്നു. വീണ്ടും ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നമ്മളോട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഒരാളെ ഒരു മാളത്തിൽ നിന്ന് 2 വട്ടം പാമ്പ് കടിക്കരുത് എന്നാണ്. അപ്പൊ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ അയാൾക്ക് ഫോർഗിവ് ചെയ്തു പറഞ്ഞത് കൊണ്ട് നമ്മൾ അയാളെ വീണ്ടും ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ അയാളെ അന്ധമായി വിശ്വസിക്കുക എന്നത് നമ്മൾ ചെയ്യണ്ട. പകരം നമ്മൾക്ക് സ്വയം ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്വയം സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അയാൾ ചെയ്തത് പുറത്തു കൊടുക്കുക മാത്രം ചെയ്താൽ. അല്ല അപ്പൊ എന്താ പറയാ, ചില സമയങ്ങളിൽ നമ്മൾ എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് ചില സമയങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ ഫീൽ ഓൺ ചെയ്തോളും. സപ്പോസ് ചില സമയത്ത് നമുക്ക് ആ ഒരു ഇത് ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ ചില സമയത്ത് നമുക്ക് ചിലപ്പോ തോട്ട്സ് കയറി വന്നാലോ, നമ്മൾ പുറത്ത് കൊടുത്തല്ലോ, പിന്നെ നമ്മൾ അദ്ദേഹത്തെ വേറെ രീതി കാണാം. ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ ആ തോട്ട്സ് വരില്ല ചെയ്യുന്നത്. അപ്പൊ വീണ്ടും നമ്മളിപ്പോ പരിപൂർണമായിട്ട് ഒഴിവാക്കി ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നത്. സപ്പോസ് മൈൻഡിന്റെ കളി ആകുമ്പോഴേ
ചില സമയങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലാണ് ചോദിക്കുന്നത്. അല്ലല്ല, അത് അങ്ങനെ വീണ്ടും നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ആ സിറ്റുവേഷൻ ഓർമ്മ വരുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ മറന്നൊന്നും ഒരിക്കലും പോവില്ല. നമ്മൾ അത്രയും വേദനിപ്പിച്ച ഒരാളെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അയാളെ കാണുന്ന സമയത്തും ആ തോട്ട് വന്നാലും നമ്മളെ മനസ്സിനെ അത് വേദനിപ്പിക്കാതെ നമ്മളെ ഫീലിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. നമ്മളത് പുറത്തു കൊടുത്ത് അത് നമ്മളിങ്ങനെ ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ ആളോടുള്ള ഫീലിംഗ് നമുക്ക് കുറയും. ഇപ്പം ഭയങ്കര വെറുപ്പും ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ എത്രത്തോളം അത് പ്രാക്ടീസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മൾ അവരോട് ഒരു ദേഷ്യവും വെറുപ്പും ഇല്ലാത്ത രീതിയിലായി മാറും. അതാണ് സംഭവിക്കുക. ഒരിക്കലും നമ്മളിപ്പോ പറയില്ലേ തേച്ചിട്ട് പോയ പെണ്ണ് അല്ലെങ്കിൽ ഇപ്പം തേച്ചിട്ട് പോയ ചെക്കൻ എന്നൊക്കെ പറയലുണ്ടല്ലോ. അതൊന്നും നമ്മളെ ഫസ്റ്റ് ലവ് ഒക്കെ ആരെങ്കിലും മറക്കുമോ? അപ്പം മറന്നാലും മറന്നില്ലെങ്കിലും അത് നമ്മൾ അവരോടുള്ള ഫീലിങ്ങില് മാനസികമായിട്ട് അവരോട് വെറുപ്പും ദേഷ്യവും മനസ്സിൽ വെക്കാതിരിക്കുന്നതാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാർ, ഇപ്പൊ ഈ അവരെ എഴുതുന്നത് കാണുന്ന സമയത്ത് മറക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. പകരം ആ ഇമോഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യാണ്. തിരിഞ്ഞാലോചിക്കുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള വേദനയോ അല്ലെങ്കിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് ഒരു ഫസ്റ്റ് ലവ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് ലവ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരുമിക്കാൻ പറ്റിയില്ല, അത് കഴിഞ്ഞു. പക്ഷെ അവൾക്ക് വീണ്ടും അത് ആലോചിക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്റ്റർബ് ആയി. അതായത് മൂപ്പര് വേറെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മളായിരിക്കേണ്ട സ്ഥലത്ത് വേറൊരാളെ വരിക എന്ന് പറയുന്നത് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പൊ ആ രൂപത്തിൽ ആള് ഭയങ്കര ഡിസ്റ്റർബ് ആയ സമയത്ത് ഇതേപോലെ ഫോർഗിവ്നെസ് എഴുതാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ആൾ എന്ത് ചെയ്തു, നോർമലായി, കൂളായി. എന്ന് വെച്ചാല് അയാളെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവർ ആ ഓർമ്മകൾ മാഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ അവരൊന്നിച്ച് നിന്നിരുന്ന അവരൊന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങളൊന്നും ഇല്ലാതായെന്നല്ല, പകരം ആ സമയത്ത് ഇന്നെ ഹാപ്പി ആക്കാൻ പറ്റിയ ഒരാളായിരുന്നു അയാൾ എന്നുള്ള രൂപത്തിൽ അതിനെ കാണുന്നു. പകരം അയാള് നമുക്ക് ആലോചിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനകളെ ഫോർഗിവ്നെസ് ചെയ്തിട്ട് ആ ഇമോഷൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കുമ്പോൾ വേദനകളും ഉണ്ടാവില്ല. ആ സമയത്ത് എന്നെ നന്നായി കെയർ ചെയ്ത, എന്നെ കേട്ടിരുന്ന, എന്നെ പരിഗണിച്ചിരുന്ന ഒരു വ്യക്തി അതെന്റെ നല്ല ഓർമ്മയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അയാള് തരുന്ന വേദനകൾ ഒക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ആയിട്ട് പോകുന്നു. ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ലൈഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ആള് കല്യാണം കഴിച്ചു, കുട്ടികളായി, ഇപ്പൊ ഓക്കെ ആണെന്ന്. അവള് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളായിട്ട് പോലും അയാൾ ആലോചിക്കുമ്പോ വേദനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ആള് നോർമൽ ആയിട്ട് വന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏത് റിലേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇമോഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാരാ? അനു മാം. ഞാൻ ആ പറയുന്നതില് എനിക്കറിയില്ല ആപ്ലിക്കബിൾ ആവുമെന്ന്. കാരണം നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ആൾക്കാർ അധികം നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, പിന്നെ അത് ഡെയിലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് അത് ശരിക്കും അവിടെ ഒരു ഫൊഗീവ്നെസ് നടക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഡൗട്ട്. നമുക്ക് അവിടെ ഒരു ശത്രുത കൂടുതലേ ചെയ്യും. മാം ഇല്ല അത് പറയാനുള്ള വേറൊരു കാര്യം അതെന്താ പറയട്ടെ. സംഭവിച്ചാല് നമ്മള് മുന്നോട്ട് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കും. അൺകണ്ടീഷണൽ ലവിന്റെ കുറച്ച് കാര്യങ്ങൾ അഫ്സൽ സാർ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ ഞാൻ പറയട്ടെ എന്നാല്, ഈ കല്യാണം കഴിച്ച ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഇപ്പൊ എനിക്കറിയില്ല എന്നാലും ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഈ അമ്മായി അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഉമ്മമാരാണ്. നമുക്കുള്ള എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതും ആ ഒരു ഭാഗത്തായിരിക്കും. നമ്മൾക്കിത് ഇതിപ്പോ ഫോർഗിവ്നെസ് ചെയ്താണെങ്കിൽ എന്റെ ഡയറി നിറഞ്ഞു തീരും, എനിക്ക് തന്നെ പണി ഉണ്ടാവുന്നത് സാധാരണ ലേഡീസ് പറഞ്ഞൊരു പരാതിയാണ്. അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന, നമ്മൾ ഏതെങ്കിലും ഒരു നല്ലൊരു പൊസിഷനാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ താഴെയുള്ള ലേഡീസ് മിക്കവാറും നമ്മൾക്ക് എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ഇങ്ങനെ ഓരോരോ കുട്ടികൾ തേങ്ങ ഇടുന്ന പോലെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് നമ്മളടുത്ത് വന്നോണ്ടിരിക്കും. അപ്പോ ഈ ഒരു ഫോർഗിവ്നെസ് എന്ന് പറയുന്നത് റിമൂവ് ഇംപ്യൂരിറ്റീസിലെ ഒറ്റൊരു പോയിന്റാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 5 പോയിന്റ് വേറെയും കൂട്ടാനുണ്ട്.
അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതൊക്കെ പറ്റുമോ? ഈ ഫോർഗീവ് ചെയ്തുകൊണ്ട് ദിവസം നമ്മളിങ്ങനെ കുത്താൻ വരുന്ന ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റുന്ന നമുക്ക് ഡൗട്ട് ആയിരിക്കും. നിങ്ങൾ ആദ്യം സെൽഫിനുള്ള ഫോർഗീവ് ചെയ്തതിനു ശേഷം നിങ്ങളെ റൂട്ടും ക്ലിയർ ചെയ്ത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്ത് തന്നാല് ഇതിന്റെ പിന്നിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ട കാര്യമുണ്ട്. ഇത് നൈറ്റ് ചെയ്യേണ്ട ഒരൊറ്റ വർക്കാണ്. ഈ ഫോർഗീവിനെ സംബന്ധം നൈറ്റ് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. ഇതിന്റെ കൂടെ മോർണിംഗിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഓൾറെഡി മൈൻഡ് ഒക്കെ ഇനിയിപ്പോ അവിടുന്ന് റേഡിയോ പോലെ പറഞ്ഞാലും ഇനി എന്തോ ആയിട്ട് എടുത്തിട്ട് നമ്മളെ ഇടങ്ങാറൊക്കെ വന്നാലും ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മളത് ബാധിക്കേയില്ല. ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. എപ്പോ ഇതൊക്കെ ചെയ്ത് നമ്മൾ തെറ്റായി വന്നാൽ മാത്രം. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ. അഥവാ ഇത് പാർട്ട്ണർ ആണെങ്കിലോ? ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം. പാർട്ട്ണർ ആണെങ്കിലും ഏതാണെങ്കിലും ചേഞ്ച് ആവും. നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് പുറം. നമ്മുടെ രണ്ട് വശങ്ങളും, നമ്മളുടെ മുകളിലും നമ്മളെ താഴെയും. നമ്മള് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ ചുറ്റുള്ള ആളുകൾ മാറും. അതിപ്പോ നമുക്ക് ലാസ്റ്റ് ഡൗട്ട് ആവും. ഇതിങ്ങനെ ചേഞ്ച് വന്നതിന് ശേഷം നമുക്ക് ഡൗട്ട് ആവും, ഇതിപ്പോ ശരിക്കും ഞാനാണോ മാറിയത്, അത് എന്റെ ചുറ്റുള്ള ആളുകളാണോ മാറിയത് എന്നുള്ളൊരു ഡൗട്ടും കൂടെ ലാസ്റ്റ് ഉണ്ടാവും. നമ്മൾ ചേഞ്ച് ചെയ്തതിനനുസരിച്ച് നമ്മളെ ചുറ്റുള്ള ആളുകളൊക്കെ ചേഞ്ച് ആവും. ഈവൻ കുട്ടികൾ ഉണ്ടാവൂലേ, 2 വയസ്സിലെ കുട്ടികൾ നമ്മൾ ആദ്യം പറയും എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയും. പക്ഷെ ഇത് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്ന സമയത്ത് ഈ 2 വയസ്സിലെ കുട്ടി പോലും മാറി. എനിക്കിപ്പോ പഠിക്കാൻ സമയമുണ്ട്, ഞാൻ ആ കുട്ടിനോട് അവിടെ ഇരിക്കുക പറയുമ്പോൾ കുട്ടി അവിടെ ഇരുന്നിട്ട് എനിക്ക് ക്ലാസ് എടുക്കാനോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഒക്കെ പറ്റുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ മക്കള് മാറുന്നുണ്ടെങ്കിൽ, കുഞ്ഞു മക്കള് മാറുന്നുണ്ടെങ്കിൽ വലിയ തള്ളമാരും നമ്മളെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ ചേഞ്ച് ആണെന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട. ഒക്കെ റെഡി ആയിക്കോളൂ. ഒക്കെ റെഡിയാവുന്നേ. നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാണ്ട. പാർട്ട്ണറിന്റെ കാര്യമാണെങ്കിലും അമ്മായിയമ്മന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മള് ബിസിനസ്സിൽ പണിയെടുക്കാൻ കളിച്ച ആൾക്കാരുടെ റെഡിയാണ്. കാര്യമാണെങ്കിലും ഒക്കെ എന്ത് നമുക്ക് വന്നാലും ഞാൻ എന്റെ പണിയെടുക്കൽ നിർത്തൂലെന്ന് നമ്മൾ ഉറപ്പിച്ച് നമുക്ക് തന്നെ വാക്കു എടുക്കുകയാണെങ്കിൽ നമുക്ക് ചേഞ്ചസ് ഉറപ്പായിട്ടുണ്ടാകും. അതിൽ ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ പണിയെടുക്കണം. അതേപോലെ അതന്നെ അതേപോലെ നമ്മൾ ഒറ്റ ഒരു ടൂള് മാത്രമേ ഇന്ന് പറഞ്ഞുള്ളൂ. നമ്മളത് ഒഴിവാക്കുക എന്നുള്ള ടൂള് മാത്രമേ പറയൂ. ഇനി കുറെ സംഭവങ്ങൾ ഉള്ളിലേക്ക് കയറ്റാനുണ്ട് ഒഴിവാക്കിയിട്ട്. നമ്മളെ ഗ്രൗണ്ട് ഒന്ന് വൃത്തിയാക്കുകയാണ്. നമ്മളെ ഗാർഡൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് നല്ല ആവശ്യമില്ലാത്ത വീഡ്സും കാര്യങ്ങളും വെറുതെ മുളച്ച പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ നല്ല റോസാപ്പൂവും നല്ല മുല്ലപ്പൂവും ഒക്കെ എല്ലാ പൂവുകളും നമ്മൾ അവിടെ നടാൻ പോകുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞ പാർട്ട്ണറുടെ കാര്യമാണെങ്കിലും വീട്ടിലെ മറ്റുള്ള ആളുകളാണെങ്കിലും ആരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നല്ല കേട്ടോ പറയുന്നത്. ഇത് ഒരു ഹാബിറ്റ്, നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ഡെയിലി റൂട്ടീനായിട്ട് മാറണം. നമ്മളെ മനസ്സിൽ ഇപ്പം ഞാനൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം സബ് കോൺഷ്യസ് മൈൻഡിനെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് റിപ്പീറ്റേഷൻ ആണ്. ഇപ്പം നിങ്ങളിപ്പം ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ ABCD എത്രയോ പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് Z വരെ പഠിച്ചു കഴിഞ്ഞത്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ് ഇപ്പൊ നമ്മൾക്ക് വീണ്ടും അത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? A കഴിഞ്ഞാൽ B ആണ്, C ആണ്, അല്ലെങ്കിൽ അതെങ്ങനെ ഏതൊരു പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ മനസ്സിൽ ഓൾറെഡി അത് ട്രാക്ക് ആയി കഴിഞ്ഞ്. ഇതേപോലെ ഫോർഗീവ്നെസ് നിങ്ങൾ നല്ല രീതിയിൽ ഒരുപാട് ദിവസങ്ങൾ, മിനിമം 21 ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഡെയിലി ഇങ്ങനെ നിങ്ങൾ കുറെ ഫോർഗീവ്നെസ് എഴുതാൻ ഉണ്ടാവില്ല. വളരെ കുറച്ചേ ഉണ്ടാവും എഴുതാൻ, വളരെ ചുരുങ്ങിയത്. നിങ്ങളെ മൈൻഡ് ഓൾറെഡി ആ ഫോർഗീവ് ചെയ്യേണ്ട അവസ്ഥയിൽ കൂടെ പോവാതെയാവും. നല്ല സറൗണ്ടിങ്സിൽ കൂടെ നിങ്ങൾ മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങളെ ചുറ്റുപാടുള്ള ആളുകൾ മാറുന്നത് കാണും. അതേപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും കൂടി പ്രാക്ടീസ് ചെയ്ത് അതേപോലെ അൺകണ്ടീഷണലോ മുന്നോട്ട് പറയുന്ന കാര്യങ്ങളോട് പ്രാക്ടീസ് ചെയ്യുന്ന ആളായി മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ മാറി വരുന്ന ഓട്ടോമാറ്റിക് നിങ്ങളെ മൈൻഡ് ഈ ഫോർഗീവ്നെസ് പറയേണ്ട കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം അല്ലെങ്കിൽ മോശമുള്ള സിറ്റുവേഷനിലേക്ക് ഒരു സാഹചര്യത്തിന് 2 രീതിയിൽ കാണാൻ പറ്റും.
അതിലുള്ള നന്മയിലേക്ക് കണ്ണു പോകാൻ തുടങ്ങും. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് ഞാൻ നന്മയിലേക്ക്, നല്ല കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വി ആർ വാട്ട് വി തിങ്ക് ഓൾ ഡേ ലോങ്. നമ്മൾ എല്ലാ സമയത്തും എന്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ അതായി മാറും നമ്മൾ. നമ്മൾ എല്ലാ സമയത്തും നമുക്കുള്ള വിഷമങ്ങളെ പറ്റിയും ദേഷ്യപ്പെട്ട ആളുകളെ പറ്റിയും അല്ലെ ലൈഫിൽ വന്നിട്ടുള്ള ദുരിതങ്ങളെ പറ്റിയും അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനത്തെ അതേപോലുള്ള എക്സ്പീരിയൻസും ദാരിദ്ര്യവും പ്രശ്നങ്ങളുമാണ് വീണ്ടും വീണ്ടും നമ്മളെ മനസ്സിലേക്ക് വരിക. പക്ഷേ നമ്മൾക്ക് ഉള്ള കാര്യങ്ങളിൽ അനുഗ്രഹം എല്ലാ സമയത്തും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹാർട്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളും അബണ്ടൻസും ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും നമ്മളെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മളെ മൈൻഡിൽ എന്താണോ എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളോട് പഠിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് നാളത്തേക്ക് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഒരു ഫസ്റ്റ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഫൈറോസ് പറഞ്ഞ പോലെ ഒരു 3 ദിവസമെങ്കിലും ഒരു സെൽഫിനോട് ഫോർഗിവ്നെസ് ചെയ്യുക. അതേപോലെ ഒരു 3 ദിവസം ബാക്കിയുള്ള ഇപ്പം അതേഴ്സിന് ഫോർഗിവ്നെസ്. അങ്ങനെ ഇപ്പൊ പാരന്റ്സിന്റെ റൂട്ട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞ പോലെ പാരന്റ്സിനോടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മറ്റുള്ള ആളുകളോട് ഉള്ള ഫോർഗിവ്നെസ് ചെയ്യുക. ആ രീതിയിൽ മുന്നോട്ട് പോവാം. പിന്നെ അതേപോലെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് അൺകണ്ടീഷണൽ ഒക്കെ നാളെ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് പറയാൻ. അപ്പൊ അതേപോലെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അതായത് പിന്നെ ഇപ്പൊ ഒരാളോട് നമ്മൾ കേസിലുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു സ്ഥലം കച്ചവടം നടന്നതില് പിന്നെ ചീറ്റ് ചെയ്തതാണ്. കേസില് കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അല്ല, സംഭവം എന്താ വെച്ചാല് അത് നിങ്ങൾ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഭാഗത്താണ് നീതിയെങ്കിൽ നിങ്ങളത് കേസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ